നമ്മുടെ EV സെഗ്മെന്റിൽ തന്നെ റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഗോവിന്ദ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് UPI ബേസ്ഡ് ചാർജിങ് ഫസ്റ്റ് ടൈം ആണ്. സോ താങ്ക് യു ഫോർ ഡൂയിങ് ദിസ് ഓൺ ബിഹാഫ് ഓഫ് ഓൾ ദി EV യൂസേഴ്സ്. ഇന്ത്യയിലാണെങ്കിൽ എല്ലാവരും ചായക്കടയിൽ വരെ നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നത് ഗൂഗിൾ പേ വെച്ചിട്ടാണ്. എന്തുകൊണ്ട് ഗൂഗിൾ പേ വെച്ച് ചാർജ് ചെയ്യണമെന്ന് ആലോചിച്ച് തുടങ്ങി. സ്റ്റേഷനിൽ പോകുന്നിട്ട് കാണുന്നത് ആൾക്കാർ ചാർജർ യൂസ് ചെയ്യാൻ അറിയാനിട്ടല്ലേ വിളിക്കുന്നത് കസ്റ്റമർ കെയറിൽ. പല ടൈമിലും ആപ്പ് വർക്ക് ചെയ്യാനിട്ടോ അതല്ലെങ്കിൽ ആപ്പ് എങ്ങനെ യൂസ് ചെയ്യേണ്ട കൺഫ്യൂഷൻ കാരണമാണ് ആൾക്കാർ വിളിക്കുന്നത്. ഇതിന്റെ അകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഗൺ ആദ്യം തന്നെ കണക്ട് ചെയ്യുന്നു, ഗൂഗിൾ പേ വഴി കാശ് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. 100 രൂപ 200 രൂപ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജിങ് സ്റ്റാർട്ട് ആവുന്നു. വേണ്ട ടൈമിൽ സ്റ്റോപ്പ് ചെയ്യാൻ നേരത്ത് എത്ര യൂണിറ്റ് ആണ് ശരിക്കും എടുത്തിരിക്കുന്നത് ആ എമൗണ്ട് മാത്രം ബില്ലാവും. ബാക്കി മൊത്തം എമൗണ്ട് ഇൻസ്റ്റന്റ്ലി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് സ്പോട്ടിൽ റീഫണ്ട് ആവും. അതായത് ഇപ്പൊ നദീം ഒരു ചാർജിങ് സ്റ്റേഷൻ ഓണർ ആണെങ്കിൽ ഞാൻ നദീമിന്റെ അവിടെ നിന്ന് ചാർജ് ചെയ്യുന്ന നേരത്തെ നദീമിന്റെ ഫോണിലാണ് എമൗണ്ട് അപ്പം സുഖമല്ലേ. ഇപ്പൊ എനിക്കൊരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. ഇപ്പൊ ഒരാൾ വന്ന് ചാർജ് ചെയ്തിട്ട് പോയി, അപ്പൊ തന്നെ ഞാൻ എന്റെ അക്കൗണ്ടിലേക്ക് കാശ് വീഴുകയാണെങ്കിൽ ക്യാഷ് ഫ്ലോ കൂടും. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് താമരശ്ശേരിയിലാണ്. കോഴിക്കോട് നിന്ന് വയനാടേക്ക് പോകുന്ന റൂട്ടിലുള്ള KC EV ചാർജിങ് സ്റ്റേഷനിലാണ്, പവേർഡ് ബൈ പ്രഭ EV. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ചാർജിങ് സ്റ്റേഷനാണ് നമുക്കൊരു UPI ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റുന്നത്. അത് ഫോൺ പേ ആവാം, ഗൂഗിൾ പേ ആവാം, ആമസോൺ പേ ആവാം. നമ്മളെല്ലാവരും നിത്യ ദിവസത്തിൽ യൂസ് ചെയ്യുന്ന ആപ്പുകളാണ് ഇതെല്ലാം. വേറൊരു ചാർജിങ് സ്റ്റേഷൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ സ്പേസ് കളയേണ്ട കാര്യങ്ങളോ ഇൻകൺവീനിയൻസോ വാലറ്റിൽ കാശിടേണ്ട കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് UPI ചാർജിങ് യൂസ് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിന് എന്താണ് ഗുണം, അല്ലെങ്കിൽ അത് കസ്റ്റമേഴ്സിന് എങ്ങനെ കൺവീനിയൻ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങളൊരു EV ചാർജിങ് സ്റ്റേഷൻ ഓണർ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നുള്ള ബെനിഫിറ്റ് കാര്യങ്ങൾ, പിന്നെ ഈ ചാർജിങ് സ്റ്റേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് നദീം ലത്തീഫ്. സോ ഇന്ന് എൻ്റെ കൂടെ ഗോവിന്ദാണ് ഉള്ളത്. ഗോവിന്ദാണ് നമ്മുടെ പ്രഭ EVയുടെ ഫൗണ്ടറായിട്ട് വരുന്നത്. സോ നമ്മുടെ EV സെഗ്മെന്റിൽ തന്നെ റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഗോവിന്ദ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് UPI ബേസ്ഡ് ചാർജിങ് ഫസ്റ്റ് ടൈം ആണ്. സോ താങ്ക് യു ഫോർ ഡൂയിങ് ദിസ് ഓൺ ബിഹാഫ് ഓഫ് ഓൾ ദി EV യൂസേഴ്സ്. അപ്പോൾ നമ്മൾ പൊതുവേ ഒരു EV യൂസർ എന്നുള്ള രീതിയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ചാർജ് ചെയ്യാനായിട്ട് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടൊരു ആപ്പൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും പല ആപ്പുകൾ വേണം. അപ്പോൾ എൻ്റെ ഫോണിൽ ഒരു 10-13 ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഗോവിന്ദിന്റെ ഫോണിൽ എത്ര ആപ്പ് ഉണ്ടാവും? നെക്സോൺ യൂസ് ചെയ്യുന്ന ടൈമിൽ 40ന്റെ മുകളിൽ ആപ്പ് ഉണ്ടായിരുന്നു. ഇതിലോട്ട് മാറിയപ്പം ഞാൻ കുറെ ആപ്പ് കളഞ്ഞിട്ട് ഇപ്പൊ ഒരു 3-4 ആപ്പ്. എന്നാലും മൾട്ടിപ്പിൾ ആപ്സ് വേണം. കാരണം ഓരോ സ്ഥലത്ത് നമ്മൾ പോകുമ്പോഴും അത് ഓരോ കമ്പനിക്ക് അനുസരിച്ച് അവരുടേതായ ആപ്പാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പോയി കഴിഞ്ഞാൽ GoEasyക്ക് ഒരു ആപ്പ് ഉണ്ട്, നമ്മുടെ MGയുടെ ഒരു ആപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ചാർജ് മോഡിന്റെ ആപ്പ് ഉണ്ട്. ഇങ്ങനെ പല ആപ്പുകളുള്ളടുത്ത് ആളുകൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഒരു ആപ്പ്. അതായത് ആ ഒരു ആപ്പിൽ തന്നെ എല്ലാ ചാർജേഴ്സും കാണണം, എല്ലാം ചാർജ് ചെയ്യാൻ പറ്റണം. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറത്തേക്ക് വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന നമ്മുടെ UPI ചാർജസ്. ഇപ്പോൾ ഗൂഗിൾ പേയോ ഫോൺ പേയോ യൂസ് ചെയ്യാത്ത ആരുമില്ല, പ്രായമായവർ വരെ യൂസ് ചെയ്യുന്നത് സിമ്പിളായിട്ട്. ഇതിലേക്ക് എങ്ങനെയാണ് വന്ന് എത്തുന്നത് ഈ ഒരു ഐഡിയയിലേക്ക്? ഫസ്റ്റ് നെക്സോൺ വാങ്ങുന്ന ടൈമിൽ തന്നെ ഫാദറായിരുന്നു കാർ യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിയത്. അപ്പം ഞാനായിരുന്നു പറഞ്ഞത് EV ഫ്യൂച്ചറാണ്, ഇതെടുത്ത് സുഖമായിട്ട് ലോങ് പോകാൻ പറ്റും, ചാർജ് ചെയ്യാൻ പറ്റുന്നുള്ളത്. നേരെ പാലക്കാട്ടിൽ പോയി അവിടെ ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ആപ്ലിക്കേഷനിൽ എന്തോ ഒരു പ്രശ്നം കാരണം ചാർജ് ആവുന്നില്ല. കസ്റ്റമർ കെയറിനെ വിളിച്ചപ്പോൾ എന്തൊക്കെയോ മറാത്തിയിൽ പറഞ്ഞു. അപ്പോൾ അടുത്ത ദിവസം കാർ എനിക്ക് തന്നിട്ട് പറഞ്ഞു നീ ഇത് യൂസ് ചെയ്താന്നുള്ളത്. എനിക്കപ്പോൾ മനസ്സിലായി കഴിഞ്ഞു ഇത് ഈ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല ആൾക്കാരും യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോഴും 5% മാത്രമേ ആൾക്കാർ EV വാങ്ങുന്നുള്ളൂ. ഇത് മാസ് അഡോപ്ഷനിലൂടെ പോകാൻ നേരത്ത് ഈ ആപ്ലിക്കേഷൻ മുകളിൽ റിലേ ചെയ്യാൻ പറ്റില്ല. നമുക്ക് സാധാരണ പെട്രോൾ അടിക്കുന്ന അത്രയ്ക്ക് ലാഘവത്തിന്റെ അകത്ത് കാർ ചാർജ് ചെയ്യാൻ പറ്റണം, എന്നാൽ മാത്രമേ മാസിനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ആലോചിച്ച് നോക്കി, ഇത് പല സ്ഥലത്തും പല ഫോമിലാണ് ആൾക്കാർ EV ചാർജ് ചെയ്യുന്നത്. യൂറോപ്പിലാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടാണ്, ചൈനയിലാണെങ്കിൽ പാം പേ വെച്ചിട്ടാണ്, ഇന്ത്യയിലാണെങ്കിൽ എല്ലാവരും ചായക്കടയിൽ വരെ നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നത് ഗൂഗിൾ പേ വെച്ചിട്ടാണ്. എന്തുകൊണ്ട് ഗൂഗിൾ പേ വെച്ച് ചാർജ് ചെയ്യണമെന്ന് ആലോചിച്ച് തുടങ്ങി. 3 വർഷം മുന്നേ തുടങ്ങിയ ഒരു പ്രയത്നമായിരുന്നു ഇപ്പം പ്രോപ്പർലി വർക്കിംഗ് ആക്കാൻ വേണ്ടി പറ്റിയത്. ഗോവിന്ദിന്റെ തന്നെ ഐഡിയ ആണ് അല്ലേ? ഗോവിന്ദും പിന്നെ ഈ ടെക്നോളജി സൈഡിലേക്ക്, ഞാനൊരു QA ആയതുകൊണ്ട് ചോദിക്കുന്ന ടെക്നോളജി സൈഡിലേക്ക് എങ്ങനെയാണ് സപ്പോർട്ട് കാര്യങ്ങൾ ആരായിട്ട്? സോഫ്റ്റ്വെയർ റിലേറ്റഡ് കോഡിങ്ങിന് വേണ്ടിയിട്ട് വി ഹാവ് സം ഹെൽപ്പ്. ഓക്കെ. അപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് യൂസ്ഫുൾ ആണ്, അതുപോലെ തന്നെ EV ചാർജിങ് സ്റ്റേഷൻ ഓണേഴ്സിനും യൂസ്ഫുൾ ആണ്. സോ നമുക്ക് ആദ്യം ഒരു കസ്റ്റമർ പെർസ്പെക്റ്റീവിൽ സംസാരിക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനായിട്ട് ഏറ്റവും നല്ലത് ഞാൻ തന്നെ ആയിരിക്കും. കാരണം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ വളരെ കൺവീനിയൻ്റ് ആണ്. നമ്മൾ ജസ്റ്റ് വരുന്നു, നമ്മൾ ഈ പറയുന്ന പോലെ സാധാരണ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആപ്പ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ വാലറ്റിൽ കാശ് ഇടണം. ചില കമ്പനികൾ വാലറ്റിൽ കാശ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിനിമം ഇത്ര ബാലൻസ് വേണം എന്ന് പറയും. ആ ബാലൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല.
ഇത് നമുക്ക് ആവശ്യമുള്ള പൈസ മാത്രം നമ്മൾ ഇട്ടാൽ മതി, അതേസമയം ഇൻസ്റ്റന്റ് ആയിട്ട് റീഫണ്ട് കിട്ടും. അങ്ങനെയല്ലേ ഇതിന്റെ ഒരു പ്രൊസീജിയർ വരുന്നത്? ഇതിന്റെ അകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഗൺ ആദ്യം തന്നെ കണക്ട് ചെയ്യുന്നു, ഗൂഗിൾ പേ വഴി കാശ് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. 100 രൂപ 200 രൂപ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജിങ് സ്റ്റാർട്ട് ആവുന്നു. വേണ്ട ടൈമിൽ സ്റ്റോപ്പ് ചെയ്യാൻ നേരത്ത് എത്ര യൂണിറ്റ് ആണ് ശരിക്കും എടുത്തിരിക്കുന്നത് ആ എമൗണ്ട് മാത്രം ബില്ലാവും. ബാക്കി മൊത്തം എമൗണ്ട് ഇൻസ്റ്റന്റ്ലി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് സ്പോട്ടിൽ റീഫണ്ട് ആവും. അവിടെ തീർന്നു. വെരി സിമ്പിൾ. കാരണം നമുക്ക് ഈ പറയുന്ന പോലെ വേറെ അവിടെ എത്തി ഇത് ഏത് ചാർജിങ് സ്റ്റേഷനാണ്, അവരുടെ ആപ്പ് ഇല്ലാത്തവരാണെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്ത് വാലറ്റിൽ കാശ് ഇട്ട് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ആ പൈസ അവിടെ വാലറ്റിൽ കിടക്കും. നാളെ നമുക്ക് അതേ ചാർജിങ് സ്റ്റേഷനെ ഡിപ്പെൻഡ് ചെയ്താലേ ആ വാലറ്റിലെ എമൗണ്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം നമുക്കിപ്പോൾ ഇവിടെ വന്നിട്ട് ഗൂഗിൾ പേ വെച്ചിട്ട് നമുക്ക് 500 രൂപ വേണം, 500 രൂപ പേ ചെയ്യുന്നു, ചാർജ് ചെയ്യുന്നു. ഇൻ കേസ് നമ്മളൊരു നിർത്തുകയാണെങ്കിൽ ബാക്കി പൈസ റീഫണ്ട് ആയിട്ട് കിട്ടുമെങ്കിൽ ടു ബി ഓണസ്റ്റ് വെരി വെരി കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് കസ്റ്റമേഴ്സ് ആയിട്ടുള്ളവർക്ക് എല്ലാവർക്കും വരുന്നത്. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ, അതായത് നമ്മളിപ്പോ താമരശ്ശേരിയാണ്, ഇത് വേറെ ഏതൊക്കെ ഗോവിന്ദിന്റെ ചാർജിങ് സ്റ്റേഷൻസിൽ ഇത് ഓൾറെഡി 3 സ്റ്റേഷൻസിൽ ഡിപ്ലോയിഡ് ആണ്. സോറി 3 അല്ല 4. ട്രിവാൻഡ്രം സ്റ്റേഷൻ ഇപ്പൊ അപ്പായി കഴിഞ്ഞു. 4 സ്റ്റേഷൻസിൽ ഡിപ്ലോയിഡ് ആണ്. പന്തളത്തിൽ വരാൻ പോകുന്ന 90 കിലോവാട്ടിൽ ഇത് വരുന്നുണ്ട്, അടൂരിൽ വരുന്നുണ്ട്. ഇനി അങ്ങോട്ടുള്ള ഒട്ടുമിക്ക എല്ലാ സ്റ്റേഷൻസും UP-യിലോട്ട് എനിക്ക് വരാൻ പോകുന്നത്. ദിസ് ഇസ് ദ ഫ്യൂച്ചർ, നോ ഡൗട്ട് ഇൻ ദാറ്റ്. സോ ഗോവിന്ദ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഗണ്ണ് കണക്ട് ചെയ്യുക, ഗൂഗിൾ പേയോ ഫോൺ പേയോ ആമസോൺ പേയോ ഏത് UPI ആപ്പ് ആണെങ്കിലും യൂസ് ചെയ്ത് അവിടെ കൊടുത്തിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്യുക, എത്ര എമൗണ്ട് ആണെന്ന് വെച്ചാൽ പേ ചെയ്യുക. വിത്തിൻ 30 സെക്കൻഡ്സ് ചാർജിങ് സ്റ്റാർട്ട് ആവും. നിർത്താൻ നേരം മെഷീനിൽ ചാർജിങ് സ്റ്റോപ്പ് ചെയ്യുക, റീഫണ്ട് കിട്ടും. ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം വളരെ കൺവീനിയൻ്റ് ആണ്. എസ്പെഷ്യലി പ്രായമായ ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെപ്പോലെയുള്ള ചെറുപ്പക്കാരാണെങ്കിൽ വലിയ കുഴപ്പമില്ല, ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇതൊരു കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ UPI ബേസ്ഡ് ചാർജിങ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ഡെമോ ആണ്. പക്ഷെ അതിന് മുമ്പ് ഇവിടെ നമുക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് ഗോവിന്ദ് തന്നെ നമുക്ക് പറഞ്ഞു തരും. ഫസ്റ്റ് തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ട്, നമുക്കത് യൂസ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ പലരും ആദ്യം വിചാരിക്കുന്നത് ഇവിടെ ഏത് ആപ്പാണ് യൂസ് ചെയ്യുന്നത്. അതിന് പ്രധാനപ്പെട്ട റീസൺ EV ഉള്ള ആൾക്കാർ ആപ്ലിക്കേഷൻ അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ അല്ലാണ്ട് സഹി കിട്ടും. അവരത് യൂസ് ചെയ്ത് ഫസ്റ്റ് തന്നെ ആദ്യം തന്നെ UPI പവേർഡ് ആപ്പ്ലെസ് ചാർജിങ് സ്റ്റേഷൻ, അതായത് ഇവിടെ യൂസ് ചെയ്യാൻ ആപ്പ് വേണ്ട. അതിനുശേഷം ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ്, ഗൺ കാറിൽ പ്ലഗ് ചെയ്യുക. സാധാരണ പോലെ തന്നെ കണക്റ്റഡ് എന്ന് സ്ക്രീനിന്റെ അകത്ത് കാണിക്കും. ഇതേപോലെ തന്നെ ഇവിടെ കണക്റ്റഡ് എന്ന് കാണിക്കും. യെസ്. അതിനുശേഷം നേരെ പൈസ അടയ്ക്കുക. ഈ QR കോഡ് ഞാൻ ആദ്യം ചോദിച്ചല്ലോ, QR കോഡ് ടാമ്പർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇതാണ് QR കോഡിന്റെ വലിപ്പം. ഈ QR കോഡാണ് നമ്മൾ സ്കാൻ ചെയ്യേണ്ടത്. ഓക്കെ, ഈ QR കോഡ് നമ്മൾ സ്കാൻ ചെയ്യുക. വൺസ് നമ്മളിത് കുത്തി കണക്റ്റഡ് ആയാൽ കണ്ടോ, ഗൂഗിൾ പേ, പേടിഎം, ആമസോൺ, ബാങ്കുകളുടെ ആപ്പ്, ICICI, ഭീം, നമ്മുടെ ഗവൺമെന്റിന്റെ ആപ്പ്, കാര്യങ്ങൾ ഏതെങ്കിലും വെച്ചിട്ട് ഈ QR കോഡ് സ്കാൻ ചെയ്യാം. ചാർജിങ് ഓട്ടോമാറ്റിക്കലി അവിടെ സ്റ്റാർട്ട് ആവും. ചാർജിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിയാൻ നേരത്തെ ഇതേപോലത്തെ ഒരു ചിഹ്നം വരും. ഇനി സീമെൻസ് ചാർജേഴ്സിനകത്ത് വോൾട്ടേജ് ചെക്ക് ചെയ്യും, കാർ ചെക്ക് ചെയ്യും, കേബിളിന്റെ കണ്ടീഷൻ വരെ ചെക്ക് ചെയ്തിട്ടാണ് ചാർജ് ചെയ്യുക. സോ ഇറ്റ് ടേക്സ് 30 സെക്കൻഡ്സ്. നമ്മൾ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ ചാർജിങ് ആയോ ഇല്ലയെന്ന് നോക്കുന്നതിന് പകരം 30 സെക്കൻഡോ 40 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക ചാർജിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ചാർജിങ് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നേരെ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ തന്നെ ചാർജിങ് ഐക്കൺ പ്രസ് ചെയ്യുക, സ്റ്റോപ്പ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ സ്റ്റോപ്പ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുന്ന കേസ് പറഞ്ഞു. ഇപ്പോൾ നമുക്കറിയാലോ, ചാർജിങ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാ വണ്ടികളുടെ ഗണ്ണും റിലീസ് ആവും, വിൻസറിന്റെ മാത്രം റിലീസ് ആവും. വിൻസറിന്റെ കേസിൽ ചാർജിങ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അൺലോക്ക് ആവും. ഇനി അതല്ല, ഗണ്ണ് ഇട്ട് കഴിഞ്ഞ് ചാർജ് ചെയ്യേണ്ടെന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ഒന്നെങ്കിൽ എമർജൻസി ബട്ടൺ പ്രസ് ചെയ്യുക, അതല്ലെങ്കിൽ കാറിൽ അൺലോക്ക് ചെയ്യുക. സപ്പോസ് ഇൻ കേസ് നമ്മുടെ ഗണ്ണ് ഊരി വരുന്നില്ലെങ്കിൽ എമർജൻസി ബട്ടൺ പ്രസ് ചെയ്യുക. നമ്മളിപ്പോൾ എല്ലാ ചാർജിങ് സ്റ്റേഷനും ചെയ്യുന്ന പോലെ തന്നെ ഗണ്ണ് അൺലോക്ക് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എമർജൻസി ബട്ടൺ, അതല്ലെങ്കിൽ വെഹിക്കിൾ സൈഡിലുള്ള ഒരു ഡിക്കോഡിങ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്ത വരുന്ന ഒരാൾക്ക് ഇപ്പൊ കൺസേൺ ഉണ്ട്, ഇതിന്റെ മുകളിൽ എങ്ങനെയാണ് റീഫണ്ട് നോക്കേണ്ടത്. അവിടെ തന്നെ ചാർജിങ് ആരംഭിച്ചില്ല ഞാൻ എന്ത് ചെയ്യും, ഇവിടുത്തെ എഴുതിയിട്ടുണ്ട് മൈ ചാർജിങ് ഹാസ് സ്റ്റാർട്ടഡ് വാട്ട് ഷുഡ് ഐ ഡു എന്നുള്ളത്. അടച്ച തുക ഉടൻ തന്നെ റീഫണ്ട് ആവും. ചാർജിങ് സ്റ്റാർട്ട് ആയില്ലെങ്കിൽ 0 ട്രാൻസാക്ഷൻ ആണ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ, അത് റീഫണ്ട് വരും. റീഫണ്ട് ആയി കഴിഞ്ഞാൽ ഗണ്ണ് വരിക, റീകണക്ട് ചെയ്യുക, വീണ്ടും ചാർജ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ചാർജിങ് എവിടെ, റീഫണ്ട് എവിടെ കാണണമെന്നും എഴുതി വെച്ചിട്ടുണ്ട്. UPI ആപ്ലിക്കേഷനല്ല, മൊബൈൽ സ്റ്റേറ്റ്മെന്റ് ആണ് നോക്കേണ്ടത്. ഇനി അതിനുശേഷം അറിയില്ലെങ്കിൽ അതിന്റെ താഴെ
ഇതിന്റെ മുകളിൽ സപ്പോർട്ടിന് വേണ്ടി നമ്പറും വെച്ചിട്ടുണ്ട്, അത് വാട്സാപ്പും ചെയ്യാം, അതേപോലെ തന്നെ ഇമെയിൽ ഐ ഡി വെച്ചിട്ടുണ്ട്. വായിക്കാത്തതിന്റെ കുറവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ UPI ബേസ്ഡ് ചാർജിങ് സ്റ്റേഷനിൽ വരികയാണെങ്കിൽ നിങ്ങൾ ഏത് ആപ്പാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് വണ്ടർ അടിച്ചിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് UPI ഏതെങ്കിലും ഒരു ആപ്പ് എടുക്കുക, ഗൂഗിൾ പേയോ. ഇത് എല്ലാം എൻ്റെ ഫോണിലുണ്ട്, എല്ലാവരുടെ ഫോണിലും മിനിമം ഒരെണ്ണം, ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്ത് ചാർജ് ചെയ്യാം. ഇപ്പം നമ്മൾ അതിൻ്റെ ഒരു തിയറിയാണ് പറഞ്ഞത്, അല്ലെ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെങ്കിൽ ഞാൻ നിങ്ങൾക്കത് ചെയ്ത് ഇൻ റിയൽ ലൈഫ് കാണിച്ചു തരാം ഗൈസ്. അപ്പം നമ്മൾ വളരെ ഈസി ആയിട്ട് ഫോൺ പേ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമ്മുടെ വണ്ടി ചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. സോ ഞാനാദ്യം ഗണ്ണ് റിലീസ് ചെയ്തു. നമ്മുടെ വണ്ടി വിൻസറാണ്. സോ ജസ്റ്റ് വണ്ടി നമ്മളൊന്ന് അൺലോക്ക് ചെയ്തിട്ടുണ്ട്. അൺലോക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ചാർജിങ് ഫ്ലാപ്പ് ഓപ്പൺ ചെയ്തു, 2 ക്യാപ്സും റിമൂവ് ചെയ്തു, ഗണ്ണ് ഇൻസേർട്ട് ചെയ്തു, ലോക്ക് ചെയ്തു. ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ ഇവിടെ കണക്റ്റഡ് എന്ന് കാണിച്ചിട്ടുണ്ട്, നമുക്കത് കാണാൻ സാധിക്കും. കണക്റ്റഡ് എന്ന് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും ഗൂഗിൾ പേ ഉണ്ട്. ഇനി ഞാൻ ഈ QR ഏതെങ്കിലും ഒരു QR സ്കാൻ ചെയ്യാൻ പോവാണ്. ഇതാണ് പ്രഭ EV5, ഇതാണ് ഈ ചാർജറിൻ്റെ കറസ്പോണ്ടിങ് QR. നമ്മൾ സ്കാൻ ചെയ്തു, നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഒരു 100 രൂപയ്ക്ക് ചാർജ് ചെയ്യാണ്. EV ചാർജിങ് 100 രൂപ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, കൊടുക്കുന്നു. ഓക്കെ, ഞാൻ 100 രൂപക്ക് പേയ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് ഒരു 30 സെക്കൻഡ്സിനുള്ളിൽ തന്നെ നമ്മുടെ ചാർജിങ് സ്റ്റാറ്റസ് കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. നോക്ക്, ബാറ്ററി 97% ചാർജിങ് സ്റ്റാർട്ടഡ് ആയിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ വോൾട്ടേജ്, എനർജി കാര്യങ്ങൾ, ഇനി എത്ര മിനിറ്റ് എടുക്കും, ഇത് ആക്യുറേറ്റ് ആയിട്ട് വന്നിട്ടില്ല. കറണ്ട് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. നമ്മുടെ വണ്ടി ചാർജിങ്ങിലാണ്. ഇപ്പോൾ നിങ്ങൾ വണ്ടിയിൽ വന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഞാൻ ജസ്റ്റ് വണ്ടിയുടെ ആപ്പിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അതാ നോക്കിക്കോ, നമ്മുടെ വണ്ടി വിൻസറിൻ്റെ ആപ്പിൽ, MGയുടെ ആപ്പിൽ വണ്ടി ചാർജിങ്ങിലാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വിശ്വാസ്യതയൊക്കെ ഞങ്ങൾ വണ്ടിക്ക് അകത്ത് കയറിയിട്ട് കാണിച്ചു തരാം. ബാ, വണ്ടിക്കകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ചാർജിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. ഡോർ നോട്ട് ക്ലോസ്. ഒരു സെക്കൻഡ്, ആ പുറകോട്ടൊന്ന്. അതെ, ചാർജിങ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇതൊന്ന് ഡോർ നോട്ട് ക്ലോസ്ഡ്, അത് മാറിക്കഴിയുമ്പോൾ ചാർജിങ്ങിന് കാണിക്കും. ചാർജിങ്ങിൻ്റെ ഇൻഡിക്കേഷൻസ് 2 ഉണ്ട്, കണ്ട ചാർജിങ്ങിന് ഇവിടെ കാണാം. ഇതല്ല എങ്കിൽ നമുക്കിവിടെ ഡിസ്പ്ലേയിൽ തന്നെ ഇവിടെ വണ്ടി ചാർജ് ആവുന്നുണ്ട്. സോ കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഗണ്ണ് കണക്ട് ചെയ്യുക, QR കോഡ് സ്കാൻ ചെയ്യുക, എത്ര രൂപക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് ചെയ്യാൻ ഇടാം. ചാർജിങ് ഒരു 30 സെക്കൻഡ്സിൽ ചാർജ് സ്റ്റാർട്ട് ചെയ്തോളും. നിർത്താൻ നേരം നമുക്കിവിടെ പ്രസ് ചെയ്ത് നിർത്താം. ബാക്കി പൈസ ഒരു 15 മിനിറ്റ്സിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിൽ റീഫണ്ട് ആയിട്ട് കയറും. വെരി സിമ്പിൾ ആൻഡ് കൺവീനിയൻറ്റ്. ചേട്ടാ, 2 ചായ. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടെ ചാർജിങ് സ്റ്റേഷൻ തുടങ്ങിയിട്ട് മെച്ചമുണ്ടോ? അവിടെ കടയിൽ നല്ല മാറ്റമുണ്ട്. ആൾക്കാർ വരുന്നുണ്ട്. വരുന്ന കസ്റ്റമേഴ്സൊക്കെ ചാർജ് ചെയ്യാൻ വരുന്ന കസ്റ്റമേഴ്സ് ഇവിടെ നിന്ന് ചായ കഴിക്കാൻ അവർക്ക് ഒരു സൗകര്യം കൂടുതൽ കംഫർട്ടാണെന്ന് എന്നോട് പറഞ്ഞത്. ആൾക്കാർ ഇവിടെ ചാർജിങ് സ്റ്റേഷൻ നമ്മൾ എപ്പോഴും കണ്ടു നോക്കാനും പറ്റുന്നുണ്ടല്ലേ? ആ, ഉണ്ട്. അപ്പോൾ അവർക്ക് കൂടുതലായിട്ട് ഒരു സൗകര്യം ഉണ്ടെന്നാണ് പ്രത്യേകിച്ച് പറഞ്ഞത്. ശരി, ഓക്കെ, താങ്ക് യു. ഇപ്പൊ നമ്മൾ സംസാരിച്ചെടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് എ കൺസ്യൂമർ, ഒരു EV യൂസർ എന്നുള്ള രീതിയിൽ ഇത് എത്രത്തോളം കൺവീനിയന്റ് ആണ് എന്നുള്ളതാണ്. ഇനിയുള്ള ഒരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജിങ് സ്റ്റേഷൻ ഓണേഴ്സിന്റെ ഒരു സൈഡാണ്. അപ്പോൾ ഇപ്പോൾ പലരും പല ബ്രാൻഡുകൾ ആയിട്ട് ഉള്ളവരായിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചാർജിങ് സ്റ്റേഷൻ ഓൺ ചെയ്യുമ്പോൾ ഞാൻ ഒരു കമ്പനിയായിട്ട് ടൈപ്പ് ഉണ്ട്. സപ്പോസ് OECയോ ചാർജ് മോഡോ വേറെ ഏതെങ്കിലും ബ്രാൻഡായിട്ടുണ്ടെങ്കിൽ
എനിക്ക് അതിൽ നിന്ന് മാറാൻ പറ്റും ആക്ച്വലി? ഇപ്പൊ ഈ പറഞ്ഞ കമ്പനീസൊക്കെ ദേ ആർ നോട്ട് ചാർജർ മാനുഫാക്ചറേഴ്സ്. ഇപ്പം പ്രഭാവി ചെയ്യുന്ന കേസിൽ ചാർജസ് കസ്റ്റമൈസ് ചെയ്യാറുണ്ട്, ബട്ട് സ്റ്റിൽ ഇതിന്റെ ഓണർ ആണ് ഇത് ഏത് സോഫ്റ്റ്വെയറിലാണ് ലിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ഈ ബാക്കിൽ കാണുന്ന ഈ ചാർജറിന്റെ അകത്ത് അതിന്റെ അകത്ത് നമുക്ക് ലിങ്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, ഇത് ഏത് സോഫ്റ്റ്വെയറിലോട്ടാണ് പോയിന്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ആ സോഫ്റ്റ്വെയറിൽ നിന്നാണ് ബാക്കി എല്ലാ ചാർജറിന്റെ ഫങ്ഷൻസ് ചെയ്യുന്നത്. വെദർ ഇറ്റ് ഇസ് എ ട്രഡീഷണൽ ആപ്പ് കൺട്രോൾ ചാർജർ, ആപ്ലിക്കേഷനിൽ സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും സ്റ്റേഷൻ ഓർഡറിന്റെ കാര്യങ്ങൾ മനസ്സിലാവാനും. അതല്ലാണ്ട് അഡ്വാൻസ് UPI സീരീസ് ചാർജേഴ്സ് ആണെങ്കിൽ പ്രഭാവിയുടെ UPI സെർവറിലോട്ടേക്ക് മാപ്പ് ചെയ്യുന്നത്. ആൾക്കാർ UPI പേയ്മെന്റ് അടയ്ക്കാൻ നേരത്തെ ചാർജിങ് സ്റ്റാർട്ട് ആവുന്നതും സ്റ്റോപ്പ് ചെയ്ത് ഇൻസ്റ്റന്റ് റീഫണ്ട് ഒക്കെ പ്രോസസ് ചെയ്യുന്നത് അങ്ങനെയാണ്. ദർ ആർ സം കേസസ് വേർ ചില കമ്പനീസ് ശരിക്കും ആൾക്കാരെ ലോക്ക് ചെയ്യുന്നത്, അതായത് ഒരിക്കലും ഞങ്ങളുടെ ആപ്ലിക്കേഷനിൽ നിന്ന് മാറാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് 20 വർഷത്തിന് മുകളിലേക്ക് എഗ്രിമെന്റ് ഇടുന്നത്. ബട്ട് മോസ്റ്റ് ഓഫ് ദ കേസസിലും ഇതിന്റെ ഹാർഡ്വെയറിന്റെ ഓണറാണ് തീരുമാനിക്കുന്നത് ഏത് സോഫ്റ്റ്വെയർ വെക്കണം എന്നുള്ളത്. അവർക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റും വേറെ സോഫ്റ്റ്വെയർ വെക്കണമെങ്കിൽ ആ സോഫ്റ്റ്വെയർ ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിന്റെ മുകളിൽ എനിക്ക് ഒരിക്കലും പറയാനുള്ള അവകാശമില്ല. അത് സ്റ്റേഷൻ ഓണേഴ്സ് ആണ് തീരുമാനിക്കുന്നത്. അതായത് ഇപ്പോൾ ഞാനൊരു ചാർജിങ് സ്റ്റേഷൻ വെച്ച് കഴിഞ്ഞാൽ ഇഫ് ഐ ആം നോട്ട് ഹാപ്പി വിത്ത് എ സർട്ടൻ കമ്പനി, ഇപ്പൊ പ്രഭാവി ആണെങ്കിൽ തന്നെ ഇരിക്കട്ടെ, ഐ എം നോട്ട് ഹാപ്പി, എനിക്ക് മാറാൻ പറ്റും. പക്ഷെ അത് നമുക്ക് അവരായിട്ട് ഓൾറെഡി എഗ്രിമെന്റ് കോൺട്രാക്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അപ്പൊ അതിനകത്തുള്ള ക്ലോസ് നോക്കിയിട്ട് നമുക്ക് പറയാം. അപ്പൊ പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് ഡയറക്റ്റ് UPIയിലേക്ക് വരാം, എക്സിസ്റ്റിംഗ് ആൾക്കാർക്ക് മാറാം. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ കോൺട്രാക്ട് വേറെ കമ്പനി ആയിട്ട് അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിനനുസരിച്ച് അതിന്റെ ടേംസിനനുസരിച്ചിട്ട് നോട്ടീസ് പീരീഡോ കാര്യങ്ങളോ സെർവ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് മാറാം. അപ്പൊ അങ്ങനെ മാറുമ്പോ UPIയിലേക്ക് വരുമ്പോൾ ഉള്ള ബെനിഫിറ്റുകൾ കാര്യങ്ങൾ ഫസ്റ്റ് നേരെ ബെനിഫിറ്റ് വരുന്നത് ഈ എല്ലാ ഒരു ആപ്ലിക്കേഷൻ കമ്പനി ഒരു സർട്ടൻ എമൗണ്ട് ഫീസ് എടുക്കും. ആ ഫീസിന് 2 പാർട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷന്റെ മുകളിൽ വരുന്ന മാനേജ്മെന്റിന്റെ വേണ്ടിയിട്ടുള്ള പാർട്ട്, കസ്റ്റമർ കെയർ പാർട്ട്. ഇപ്പൊ ജനറലി ഞാൻ ആദ്യം തന്നെ സ്റ്റേഷനിൽ പോയിട്ട് കാണുന്നത് ആൾക്കാർ ചാർജർ യൂസ് ചെയ്യാൻ അറിയാനിട്ടല്ലേ വിളിക്കുന്നത് കസ്റ്റമർ കെയറിൽ. പല ടൈമിലും ആപ്പ് വർക്ക് ചെയ്യാനിട്ടോ അതല്ലെങ്കിൽ ആപ്പ് എങ്ങനെ യൂസ് ചെയ്യേണ്ട കൺഫ്യൂഷൻ കാരണമാണ് ആൾക്കാർ വിളിക്കുന്നത്. നമ്മുടെ കേസിൽ ആ കസ്റ്റമർ കെയറിന്റെ എൻറ്റയർ കാര്യങ്ങളും മാസിവലി കട്ട് ഷോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നിലവിൽ ഈ 4 സ്റ്റേഷനും കൂടെ കൂട്ടിയിട്ട് തന്നെ നമുക്ക് ഡെയിലി മോർ ദാൻ 100 സെഷൻസ് ഒരു ദിവസം തന്നെ വരുന്നുണ്ട്. എന്നിട്ട് വരെ ഒരു ദിവസം കസ്റ്റമർ കെയറിലൂടെ വരുന്ന കോള് 2 or 3 മാത്രമാണ്. അതിൽ പകുതി കോള് വരുന്നതും എന്റെ കാറിന്റെ അകത്ത് പട്ടിയുണ്ട്, ചാർജിങ് നേരത്തെ ഇഷ്യൂ വരുന്നുണ്ടോ, അതല്ലെങ്കിൽ ഇപ്പം ഞാൻ ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഇത് എങ്ങനെയാണ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. കാരണം UPI ന്യൂ കോൺസെപ്റ്റ്, അതിനുവേണ്ടി മാത്രം വിളിക്കുന്നതാണ്. എനിക്കിത് യൂസ് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരൊറ്റ കേസ് ഞങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല. ഗൂഗിൾ പേ യൂസ് ചെയ്യാൻ അതായത് കസ്റ്റമർ കെയറിന്റെ മുകളിൽ വി ആർ ഏബിൾ ടു കട്ട് എ ലോട്ട് ഓഫ് കോസ്റ്റ്. ഈ ബെനിഫിറ്റ് നേരെ ചാർജ് സ്റ്റേഷൻ ഓണറിനും പോകും. അതേപോലെ തന്നെ ഇവിടെ പേയ്മെന്റ് ഗേറ്റ് വേ ഇന്റഗ്രേറ്റഡ് ആണ് ഈ സംഭവങ്ങളായിട്ട് മൊത്തം വർക്ക് ചെയ്യുന്നത്. ഈ കോസ്റ്റ് ഒന്ന് കുറയ്ക്കാൻ പറ്റും. രണ്ടാമത്തെ കേസിൽ ഇതിന്റെ സെർവർ സൈഡിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെ കുറവാണ്. കാരണം ട്രാൻസാക്ഷനും കാര്യങ്ങളും മൊത്തം ബാങ്കിന്റെ സെർവറിലാണ് നടത്തുന്നത്. നിലവിൽ ഇതിപ്പോ എന്റെ അക്കൗണ്ടിലോട്ടാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റേഷൻ ഓണേഴ്സിന് അവരുടെ സ്വന്തം അക്കൗണ്ടിൽ ഒരു ഗേറ്റ് വേ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് നമ്മൾ UPIയിലോട്ട് ലിങ്ക് ചെയ്യുകയാണെങ്കിൽ എന്റെ ബാൻഡ്വിഡ്ത്ത് സിഗ്നിഫിക്കന്റ്ലി കുറയ്ക്കാൻ പറ്റും. അതിന്റെ ബെനിഫിറ്റ് സെർവർ സൈഡിലുള്ള ബെനിഫിറ്റ് ആർക്കാ പോകുന്നത്? സ്റ്റേഷൻ ഓണറിന്. ഇപ്പം തന്നെ ആസ് ഓഫ് നൗ ഇത്രയും കുറവ് സ്റ്റേഷൻ ആയിട്ട് വരെ ഐ എം ഏബിൾ ടു പ്രൊവൈഡ് ദിസ് അറ്റ് 5%. സാധാരണ ജനറലി ഒരു ചാർജിംഗ് സ്റ്റേഷൻ കമ്പനികൾ ചാർജ് ചെയ്യുന്നത് എനിവെയർ ഫ്രം 10 to 15% ആണ് സോഫ്റ്റ്വെയർ ഫീസ് ആയിട്ട്. അപ്പൊ അത് കുറച്ചുകൂടെ ലേമാൻ ടേംസിൽ പറയുകയാണെങ്കിൽ, സപ്പോസ് ഞാൻ പറയാണ് ഇപ്പൊ ഈ ചാർജിങ് സ്റ്റേഷനിലെ ചാർജിങ് ഒരു യൂണിറ്റിന് 25 രൂപയാണ് എന്ന് വിചാരിക്കാം. അതായത് കൺസ്യൂമർക്ക് എൻഡ് യൂസർക്ക് വരുന്നത് 25 rupees ആണ് ഒരു യൂണിറ്റിന്. ഒരു ചാർജിങ് സ്റ്റേഷൻ ഓണർക്ക് പൊതുവെ ഞാൻ അറിഞ്ഞിടത്തോളം പല ചാർജിങ് കമ്പനികളും കൊടുക്കുന്നത് ഒരു യൂണിറ്റിന് 8 രൂപ 11 രൂപ വരെയൊക്കെ ആ ഒരു റേറ്റിലെ ലാഭമുണ്ട്. ഇവിടെ നേരെ കൂടും, 1 രൂപ 2 രൂപ വെച്ച് കൂടും. കാരണം ഇവിടെ സോഫ്റ്റ്വെയർ ഫീ ആയിട്ട് പല കമ്പനിയും മേടിക്കുന്നത് തന്നെ 2 രൂപ മുതൽ 4 രൂപ വരെയാണ്. ഇറ്റ്സ് എ സിഗ്നിഫിക്കന്റ് എമൗണ്ട്. പ്രൊവൈഡ് ചെയ്യുന്നത് കാറ് മുന്നോട്ട് നീക്കോ ബാക്കോട്ട് നീക്കോ ഗണ്ണ് കുത്തുന്ന പറയുന്ന കസ്റ്റമർ കെയർ ആണ്. ഇതാണ് അൾട്ടിമേറ്റ്ലി വരുന്നത്. ആ കേസിൽ നമുക്ക് ശരിക്കും കട്ട്സ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പോലെ ശരിക്കും റവന്യൂ കൂടാൻ പറ്റും. കാരണം നമ്മളിപ്പം ഒരിക്കലും പെട്രോൾ പമ്പ് പോയിട്ട് അവിടുത്തെ കസ്റ്റമർ കെയറിന്റെ ചോദിക്കില്ല. എല്ലാ പെട്രോൾ പമ്പിലും കസ്റ്റമർ കെയർ ഉണ്ട്, ബട്ട് ദ ഡിപെൻഡൻസി റെഡ്യൂസസ്. ആ സെയിം സംഭവം തന്നെ ഇവിടെയും. അപ്പോ റഫ്ലി ഒരു 25 ആണെങ്കിൽ നമുക്ക് ഒരു യൂണിറ്റിന് എത്ര രൂപ വരെ ലാഭം കിട്ടും? കാരണം നമുക്കിത് കാണുന്ന ആളുകൾക്ക് സിംപ്ലി മനസ്സിലാവും 10 to 11 rupees. അതായത് സാധാരണ വരുന്നതിനെക്കാട്ടും ഒരു 10% അടുത്തെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഇതാണ് മേജർ ആയിട്ട് വരുന്ന ഒരു ബെനിഫിറ്റ്. അതായത് ചാർജിങ്ങിന്റെ മുകളിൽ സോഫ്റ്റ്വെയർ കമ്പനി എടുക്കുന്ന കമ്മീഷൻ സിഗ്നിഫിക്കന്റ്ലി കുറയും. സ്റ്റേഷന്റെ എണ്ണം കൂടുന്നതനുസരിച്ചിട്ട് ഈ കമ്മീഷൻ സ്ട്രക്ചർ കുറഞ്ഞു വരെ മാത്രമേ ചെയ്യുള്ളൂ. ഇത് അൾട്ടിമേറ്റ്ലി നമ്മൾ കടയിലൊക്കെ വെക്കുന്ന ഫോൺ പേയുടെയും ഗൂഗിൾ പേയുടെയും ബോക്സ് പോലെ ഇരിക്കും ഫങ്ഷൻ ചെയ്യുന്നത്. അതായത് എണ്ണം കൂടുന്നതനുസരിച്ചിട്ട് ജസ്റ്റ് ഒരു മന്ത്ലി ചെറിയൊരു നിസ്സാരമായിട്ടുള്ള ഫീ മാത്രമേ കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇതിന്റെ ബെനിഫിറ്റ് സ്റ്റേഷന്റെ ഓണറിന് കിട്ടുന്നത് കൺട്രോൾ ഓവർ ദ ബിസിനസ് എന്നാണ്. പല ചാർജിങ് സ്റ്റേഷന്റെ മുകളിൽ ഞാൻ കണ്ടിരിക്കുന്നത് EV ചാർജിങ്ങിന്റെ മുകളിലുള്ള പല കാര്യങ്ങളും സ്റ്റേഷൻ ഓണറിന് അറിയില്ല.
വെദർ ഇറ്റ് ഇസ് KCB സൈഡ്, വെദർ ഇറ്റ് ചാർജർ സൈഡ്. ഇപ്പം ഞാൻ വരെ സ്റ്റേഷൻ ഓണേഴ്സായിട്ട് സംസാരിക്കാൻ നേരത്ത് OCPP ചാർജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സോഫ്റ്റ്വെയറും കോൺഫിഗർ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം പലർക്കും അറിയില്ല. പലരും സോഫ്റ്റ്വെയർ കമ്പനിയുടെ പേര് വെച്ചിട്ടാണ് അവരുടെ ചാർജറിനെ ഡിനോട്ട് ചെയ്യുന്നവരെ, മാനുഫാക്ചറിന്റെ പേര് വെച്ചിട്ടല്ല. ഇവിടെ ശരിക്കും ചെയ്യുന്ന സ്റ്റേഷൻ ഓണേഴ്സിന്റെ കയ്യിലോട്ട് ഇതിന് ബിസിനസിന്റെ ഫുൾ കൺട്രോൾ കൊടുക്കുകയാണ്. അതേപോലെ തന്നെ അവർ സ്വന്തം പേയ്മെന്റ് ഗേറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ നേരത്ത് ഓരോ ടൈമിലും ചാർജിങ് കഴിയാൻ നേരത്ത് സ്പോട്ടിലാണ് ആ ചാർജിങ്ങിന്റെ എമൗണ്ടിലേക്ക് കയറുന്നത്. ചാർജിങ്ങിന്റെ വേണ്ടിയിട്ട് സെറ്റിൽമെന്റിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ കമ്പനീസിനെ വിളിച്ചു കഴിഞ്ഞിട്ട് പേയ്മെന്റ് എമൗണ്ട് ഡിഫോൾട്ട് ആയി KCBയുടെ ബില്ല് വന്നു, നിങ്ങളുടെ എമൗണ്ട് പെട്ടെന്ന് അയക്കും, ആര് പറഞ്ഞ സിറ്റുവേഷൻ ഇവിടെ വരുന്നില്ല. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതായത് ഞാൻ കുറെ ചാർജിങ് സ്റ്റേഷൻസിൽ പോയിട്ടുണ്ട്. പലരെയും കസ്റ്റമർ റിവ്യൂ എടുത്തപ്പോൾ ചിലയിടത്ത് നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേയ്മെന്റ് 1 മാസമായിട്ടും വന്നിട്ടില്ല, അല്ലെങ്കിൽ പേയ്മെന്റിന് വേണ്ടി വിളിക്കുമ്പോൾ പ്രോപ്പർ ഒരു റെസ്പോൺസ് കാര്യങ്ങളില്ല. ഇപ്പോൾ ഗോവിന്ദ് പറഞ്ഞ പോലെ UPIയുടെ ഇപ്പോൾ നമ്മൾ ചാർജിങ് സ്റ്റേഷനിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ പേ ഔട്ട് എങ്ങനെയായിരിക്കും? ആസ് ഓഫ് നൗ എന്റെ അക്കൗണ്ടിലാണ് ഈ എമൗണ്ട് മൊത്തം വീഴുന്നത് ആൻഡ് വി ആർ പേയിങ് ഇറ്റ് ഔട്ട്. ബട്ട് ഓൾറെഡി ഞാൻ അതിന്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾക്ക് ഇപ്പോൾ സർവീസ് നടത്തുന്ന എല്ലാ ആൾക്കാരും പറഞ്ഞു കഴിഞ്ഞു നിങ്ങളുടെ ബാങ്കിന്റെ സംസാരിച്ചിട്ട് ഗേറ്റ് വേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഗേറ്റ് വേ വി ആർ ഇന്റഗ്രേറ്റിംഗ് ഇറ്റ് വിത്ത് പ്രഭ EV. അതായത് ഇവിടെ വി ആർ റണ്ണിങ് ദ സോഫ്റ്റ്വെയർ, കാശിന്റെ ട്രാൻസാക്ഷൻ മൊത്തം ഓണറിന്റെ അക്കൗണ്ടിലോട്ടാണ് വരാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ വരാൻ നേരത്ത് പേ ഔട്ടിന്റെ കേസ് പോലും വരുന്നില്ല, കാരണം മൊത്തം എമൗണ്ട് അവർക്ക് തന്നെയാണ് കിട്ടുന്നത്. അത് ഒന്നിച്ചായിരിക്കോ അതോ ഓരോരോ ചാർജിങ്ങിന് സ്പോട്ടിന് ഞാൻ നദീമിന്റെ, അതായത് ഇപ്പൊ നദീം ഒരു ചാർജിങ് സ്റ്റേഷന്റെ ഓണർ ആണെങ്കിൽ ഞാൻ നദീമിന്റെ അവിടെ നിന്ന് ചാർജ് ചെയ്യുന്ന നേരത്തെ നദീമിന്റെ ഫോണിലാണ് എമൗണ്ട് അപ്പം വിടുന്നത്. ഇപ്പൊ സുഖമല്ലേ, ഇപ്പൊ എനിക്കൊരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്, ഇപ്പൊ ഒരാൾ വന്ന് ചാർജ് ചെയ്തിട്ട് പോയി, അപ്പൊ തന്നെ ഞാൻ എന്റെ അക്കൗണ്ടിലേക്ക് കാശ് വീഴുകയാണെങ്കിൽ ദാറ്റ്സ് വണ്ടർഫുൾ. കാരണം ഞാൻ പിന്നീട് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കമ്പനിയുടെ പുറകെ എന്റെ പേയ്മെന്റ് എന്താ എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. ദിസ് വെരി കൺവീനിയന്റ്. പിന്നെ എനിക്കുള്ള ഡൗട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ പോലെ വേറെ ചാർജിങ് ആപ്പുകളൊന്നും വേറെ നമുക്ക് UPI മാത്രമേ ഉള്ളൂ. സോ ഈ ചാർജേഴ്സ് എന്തിലായിരിക്കും ലിസ്റ്റ് ചെയ്തിരിക്കുക? ഇഫ് നീഡഡ് വി കുഡ് ലിസ്റ്റ് ഇറ്റ് ഓൺ എനി ആപ്ലിക്കേഷൻ. കാരണം അങ്ങനെ പറ്റും. ഇപ്പൊ നമ്മളിപ്പം സാധാരണ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചാർജിങ് ആപ്ലിക്കേഷൻ എന്റെ ചാർജർ ചിലപ്പം B ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അത് അതിന് തന്നെ അറിയില്ല, കുറെ ആപ്ലിക്കേഷൻസ് അങ്ങനെ ഉണ്ട് OCP ഷെയറിംഗ് വിളിക്കുന്നത്. ഇത് നമുക്ക് പറ്റും, ബട്ട് വി ഡോണ്ട് എൻകറേജ് ദാറ്റ്. ഞങ്ങൾ ചെയ്യാനുള്ള മെയിൻ കാരണം ഇപ്പോഴും ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഉണ്ടായിട്ട് മാത്രമേ EV ചാർജ് ചെയ്യാൻ പറ്റൂ പബ്ലിക്ലി എന്നുള്ള സിറ്റുവേഷനിലാണ്. അതിന് മാറ്റം കുറിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഈ സ്റ്റേഷൻ തന്നെ നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് ഓൺ എ വെരി വിസിബിൾ സ്പോട്ട്, നാഷണൽ ഹൈവേന്റെ സൈഡ് തന്നെയാണ്, പ്രോപ്പർലി വെല്ലിറ്റ് ആണ്. അങ്ങനെ വരുന്ന നേരത്തെ വേറൊരു ആപ്ലിക്കേഷൻ നമുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. വി ആർ വില്ലിംഗ് ടു ഇൻകോർപ്പറേറ്റ് ഓൺ അതർ ആപ്ലിക്കേഷൻസ് പ്രൊവൈഡഡ് അവിടെ വാളറ്റ് ഇല്ലാണ്ട് UPI വഴി ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് പ്ലഗ്ഷെയറിനകത്തുണ്ട്. അതേപോലെ തന്നെ ഇത് ഗൂഗിൾ മാപ്പിന് അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് വരുന്ന നേരത്ത് ഇത് ഗൂഗിൾ മാപ്പിൽ ഇറ്റ് ഇസ് ബീങ് ഇന്റഗ്രേറ്റഡ്. ഈ ഇന്റഗ്രേഷൻ വിത്തിൻ 3 or 4 വീക്സ് മാക്സിമം. ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഗൂഗിൾ മാപ്പിനകത്ത് ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ ചാർജർ ഓഫ് ആണോ ഓൺ ആണോ ബിസി ആണോ അല്ലേ എന്നുള്ളത്. അപ്പോ നമ്മള് ഒരു ട്രാവൽ ചെയ്യുന്ന ടൈമിൽ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആപ്പിൾ കാർപ്ലേയിൽ സ്ക്രീനിൽ തന്നെ കാണും, നമ്മൾ വേറെ ഫോൺ തുറന്ന ആവശ്യമില്ല. മറ്റ് ചാർജേഴ്സ് നമ്മൾ കാണുന്ന പോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. പിന്നെ എനിക്കൊരു ഇത് പുതിയൊരു സംഭവം ആയതുകൊണ്ട് തന്നെ എല്ലാരെ പോലെ എനിക്കും ഒരുപാട് സംശയങ്ങൾ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം ചോദിച്ചു പോകുന്നു. സപ്പോസ് ഞാൻ ഈ ഒരു ചാർജിങ് സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്തു, എനിക്ക് ഇതിന്റെ ഡാറ്റ എവിടെ നിന്നാണ് കിട്ടുക? അതായത് ഇപ്പോ ഒരു ദിവസം ഇത്ര സപ്പോസ് പേയ്മെന്റ് ഫുള്ള് ഗോവിന്ദിന്റെ അക്കൗണ്ടിലോട്ടാണ് പോകുന്നത്. ഗോവിന്ദ് പറയുന്നത് കറക്റ്റ് ആണ്, അല്ലെങ്കിൽ ഗോവിന്ദ് തരുന്ന കാശ് കറക്റ്റ് ആണ്, അല്ലെങ്കിൽ ഞാൻ പറ്റിക്കപ്പെടുന്നില്ല, ഹൈപ്പോത്തറ്റിക്കൽ കേസാണ്. അത് ഞാൻ എങ്ങനെ സോഫ്റ്റ്വെയർ ഉണ്ട്. സാധാരണ ഏതൊരു ചാർജിംഗ് സ്റ്റേഷന്റെ മുകളിൽ ഞാൻ പറഞ്ഞ സംഭവം വരും. കസ്റ്റമർ ആപ്പ് യൂസ് ചെയ്യുന്ന സ്റ്റേഷൻ ഓണർ യൂസ് ചെയ്യുന്ന സംതിങ് നോൺ ആസ് ഡാഷ്ബോർഡ്, ഒരു വെബ്സൈറ്റ് ആയിരിക്കും. ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഓരോ ദിവസം എത്ര ചാർജിങ് നടന്നു, എത്ര മണിക്കാണ് ചാർജിങ് നടന്നിരിക്കുന്നത്, എത്ര യൂണിറ്റ് നടന്നു, ആ ഡേറ്റയാണ് കാണിക്കുന്നത്. ആ സെയിം സംഭവം നമുക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ പുറത്താണ് UPI വെച്ചിരിക്കുന്നത്. ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്ന UPIയിലെ പേയ്മെന്റ് വരാൻ നേരത്ത് ഞങ്ങൾ സോഫ്റ്റ്വെയർ അത് ട്രാക്ക് ചെയ്യും. ആ പേയ്മെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെയാണ് ചാർജിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഈ ഡാഷ്ബോർഡ് നമുക്കിപ്പോൾ ഈ വീഡിയോനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ആ ഡാഷ്ബോർഡിനകത്ത് ഞാൻ കാണിക്കുന്ന പോലെ തന്നെ ഓരോ ട്രാൻസാക്ഷൻ എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്തു, എത്ര മണിക്ക് സ്റ്റോപ്പ് ചെയ്തു, എത്ര യൂണിറ്റ് നടന്നു, അത് മൊത്തം നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ചാർജറിന്റെ സ്റ്റാറ്റസ്, ഇത് ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ, എത്ര ടൈം ഓഫ്ലൈനായി നിന്നു, എന്തെങ്കിലും ഫോൾട്ട് ചാർജറിന് വന്നിട്ടുണ്ടോ, ഒരാൾക്ക് ചാർജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ എറർ കോഡ് എന്താണ്, ലോഗ്സ് എന്താണ്, ഇത് മൊത്തം ഞാൻ ഈ സൈഡിൽ കാണിക്കുന്ന ഡാഷ്ബോർഡിന്റെ അകത്ത് പ്രോപ്പർലി കിട്ടും. അപ്പൊ ഗോവിന്ദിന് അറിയാലോ ഞാനൊരു QA ആണ്. സോ എനിക്ക് കുറെ സെനാരിയോസ് കാര്യങ്ങള് എനിക്ക് ചോദിക്കാനുണ്ട്. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇപ്പോൾ സപ്പോസ് ഞാൻ വന്നു, ഞാൻ വണ്ടി കുത്തി ചാർജ് ഒരു 500 രൂപ ഞാൻ ഗൂഗിൾ പേ ചെയ്തു, ചാർജിങ് സ്റ്റാർട്ടായി. ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നതിനേക്കാളും മുമ്പ് തന്നെ സപ്പോസ് ചാർജർ എന്തെങ്കിലും ഫോൾട്ട് വന്നു നിന്നു, അല്ലെങ്കിൽ
നെറ്റ് പോയി കറണ്ട് പോയി ഇങ്ങനെയുള്ള കേസുകളിൽ അപ്പോൾ എൻ്റെ പൈസേനെ കുറിച്ച് 500 രൂപക്കാണ് ഞാൻ ആദ്യം ചാർജിങ് എമൗണ്ട് അടച്ചത്. ഈ കട്ടാവുന്ന എമൗണ്ട് കറണ്ട് പോകുന്നതിന്റെ മുന്നോ ഫോൾട്ട് സംഭവിക്കുന്നതിന്റെ മുന്നോ 250 രൂപ വരെയാണ് ചാർജ് ചെയ്യാൻ വിചാരിക്കാം. എല്ലാ കേസിലും ഈ ചാർജർ ഇന്റർനെറ്റ് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. അത് എല്ലാ ആപ്ലിക്കേഷന്റെ കേസിലും അങ്ങനെ തന്നെയാണ്. ഇന്റർനെറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന കേസ്, അതല്ലെങ്കിൽ കറണ്ട് പോകുന്ന കേസിൽ 30 സെക്കൻഡിനകത്ത് തന്നെ എന്റെ സോഫ്റ്റ്വെയറിന്റെ അകത്ത് ഇൻവോയ്സ് ജനറേറ്റ് ആവും. ബാക്കി എമൗണ്ട് അതിന് റീഫണ്ട് പോകും. റീഫണ്ട് യെസ്, ഇൻസ്റ്റന്റ്ലി. റീഫണ്ട് പൊതുവെ എന്ത് ഗേറ്റ് വേ യൂസ് ചെയ്യണം? ഏത് ബാങ്കിങ് ഗേറ്റ് വേ ആണ്. ഇപ്പൊ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക്, അതേപോലെ തന്നെ പേടിഎം ആണെങ്കിൽ പേടിഎം, ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ, അത് ഏത് ഗേറ്റ് വേ ആണെങ്കിലും ആകെപ്പാട് ശ്രദ്ധിക്കേണ്ടത് UPI ആപ്പിലല്ലേ ഈ റീഫണ്ട് കാണാൻ പറ്റുക. നേരെ മൊബൈൽ പാസ്ബുക്കിനകത്ത് എടുത്ത് നോക്കിയാൽ മതി. അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ബാങ്ക് ആപ്പ് എന്ന് വെച്ചാൽ അതിൽ ട്രാൻസാക്ഷൻസ് എടുത്ത് നോക്കിയാൽ റീഫണ്ട് ഇൻസ്റ്റന്റ്ലി കയറും എന്നാണ് ഗോവിന്ദ് പറഞ്ഞത്. ഇനി സപ്പോസ് ഞാൻ ചാർജ് ചെയ്തോണ്ടിരിക്കുകയാണ്, ഞാൻ ഒരു 500 ചാർജ് ചെയ്തു. അപ്പൊ എനിക്ക് തോന്നി 500 കൊണ്ട് പറ്റില്ല, എനിക്കൊരു 200 രൂപ കൂടി ചാർജ് ചെയ്യണം. അപ്പോൾ ഞാനത് ഈ കേസിന്റെ അകത്ത് ചെയ്യേണ്ടത് ചാർജിങ് സ്റ്റോപ്പ് ചെയ്യുക, ഗണ്ണ് വരിക, ബാക്കി എമൗണ്ട് നേരെ റീഫണ്ട് കയറും, തിരിച്ചെടുത്ത് സാധാ പോലെ തന്നെ ചാർജ് ചെയ്യുക. ബട്ട് ഇഫ് യു നീഡ് ഒരു അത്രയ്ക്കും വലിയ ഡിമാൻഡ് വരികയാണെങ്കിൽ ഒരു സ്ഥലത്ത് ചാർജിങ് നടന്നുകൊണ്ട് നിൽക്കാൻ നേരത്തെ തന്നെ നമുക്ക് വേണമെങ്കിൽ വീണ്ടും അതിനോട് ടോപ്പ് ഇടുന്ന പോലെ ചെയ്യാൻ പറ്റും. ഇപ്പൊ നിലവിൽ ചെയ്യാണ്ട് നിൽക്കാനുള്ള കാരണം ഒരാൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി ഡ്യുവൽ ഗൺ ചാർജർ ആണെങ്കിൽ ആരെങ്കിലും QR കോഡ് മാറി പോയിട്ട് പേയ്മെന്റ് ചെയ്തിട്ട് ആ എമൗണ്ട് കൂടേണ്ട വെച്ചിട്ടാണ്. ആസ് ഓഫ് നൗ ഒരാൾ ചാർജ് ചെയ്യാൻ നേരത്ത് ആ QR കോഡിന് മുകളിൽ വേറെ ഏത് പേയ്മെന്റ് വന്നു കഴിഞ്ഞാലും അത് സ്പോട്ടിൽ ബൗൺസ് ബാക്ക് ചെയ്യും. അടുത്ത സിറ്റുവേഷൻ ഉള്ളത്, അഥവാ ഒരാൾ ചാർജ് ചെയ്യാൻ വേണ്ടി വന്നോ, ഇപ്പൊ ടാറ്റയുടെ കാസിലൊക്കെ സ്ഥിരം കാണുന്നതാണ് എന്തെങ്കിലും ഫോൾട്ട് കാരണം ഫസ്റ്റ് റെയിൽ ചാർജ് ആവില്ല, അതല്ലെങ്കിൽ സ്പാനർ മെത്തേഡ് വേണ്ടി വരും. ഇവിടെ ഗണ്ണ് കുത്തി നമ്മൾ ഫസ്റ്റ് റെയിൽ ചാർജ് നോക്കി, ചാർജ് ആയില്ലെങ്കിൽ ഇറ്റ് ഇസ് 0 ട്രാൻസാക്ഷൻ. സ്പോട്ടിലെ മൊത്തം എമൗണ്ടും ആളുടെ അക്കൗണ്ടിലോട്ട് പോയി കഴിയും. ഇതൊക്കെ നമുക്ക് ഇപ്പൊ തന്നെ ചെക്ക് ചെയ്യാലോ. യെസ്, ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മള് നേരത്തെ ലഞ്ച് കഴിക്കാൻ പോയ ടൈമിൽ ഗോവിന്ദിന് ഒരു കോള് വന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ടൈമിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇറ്റ് വാസ് റിഗാർഡിങ് റീഫണ്ട്. എന്റെ റീഫണ്ട് വന്നില്ല, എന്റെ UPI ആപ്പിൽ നോക്കുമ്പോൾ കാണുന്നില്ല. അപ്പൊ ഇൻ കേസ് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ ഒരു കസ്റ്റമർ, ഐ മീൻ ഒരു ചാർജിങ് സ്റ്റേഷൻ ഓണർ, ചാർജിങ് സ്റ്റേഷൻ ഓണർ അല്ല, കസ്റ്റമർ ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് റീഫണ്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ റീഫണ്ട് കിട്ടിയില്ല, എവിടെ ചെക്ക് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീഫണ്ട് എപ്പോഴും സ്പോട്ടിൽ പോയിരിക്കണം. ഇറ്റ് ഇസ് എൻ എൻറ്റയർ ഓട്ടോമേറ്റഡ് സിസ്റ്റം. ഞാനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അഥവാ ഒരു കസ്റ്റമർ റീഫണ്ട് കിട്ടില്ല എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ സ്റ്റേഷനിൽ എല്ലാത്തിലും ഇതേ കാണുന്ന പോലെ തന്നെ വലിയ ഇൻസ്ട്രക്ഷൻ ഷീറ്റ് ഉണ്ടാവും. അതിൽ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അവരുടെ ബാങ്കിലെ പാസ്ബുക്ക് എടുത്ത് നോക്കാൻ വേണ്ടിയിട്ട്. അതും കാണാത്ത ഒരാളാണെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ 2 ഇമെയിൽ ID ഉണ്ട്. ഇത് 2 വഴിയും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവരവരുടെ UPI സ്ലിപ്പ് അയക്കുകയാണെങ്കിൽ അവർക്ക് റീഫണ്ട് ചെയ്ത് ടൈമിനായി പോയെന്ന് വരെയുള്ള റീഫണ്ട് സ്ലിപ്പായിട്ട് നമുക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു സംഭവം ഞങ്ങളുടെ കസ്റ്റമർ കെയറിന് മാത്രമല്ല, ഈ സ്റ്റേഷൻ ഓണറിനും ആക്സസ് ഉണ്ടാവും. അതായത് ഡയറക്ട്ലി സ്റ്റേഷൻ ഓണർ ചോദിക്കുകയാണെങ്കിലും അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും കണ്ടോ സ്പോട്ടിൽ നമുക്ക് റീഫണ്ട് കൊടുത്തു എന്നുള്ളത്. കാരണം മേ ബി ചില ആളുകൾ വിചാരിക്കും ഇപ്പോൾ ഞാൻ പേ ചെയ്തത് ഗൂഗിൾ പേ അല്ലേ, അപ്പൊ എനിക്ക് റീഫണ്ട് ഗൂഗിൾ പേയിൽ വരില്ലേ എന്നുള്ളത്. അപ്പൊ അത് നേരെ ബാങ്ക് അക്കൗണ്ട്. ഇനി എനിക്കുള്ളതെന്ന് വെച്ചാൽ ഒരു സെക്യൂരിറ്റി റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ് QR കോഡ് കടയിൽ മാറ്റി ഒട്ടിച്ചു, പൈസ തട്ടിച്ചു, വെട്ടിച്ചു. അപ്പൊ ഇവിടുത്തെ QR കോഡ് കണ്ടപ്പോൾ എനിക്ക് മൈൻഡിൽ തോന്നിയ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് സപ്പോസ് വേറൊരാൾ അതിന്റെ പുറത്തൂടെ കയറി QR കോഡ് എടുത്ത് ഒട്ടിച്ചു, അപ്പൊ കസ്റ്റമർ കാശ് പേ ചെയ്യുമ്പോൾ വേറെ ആൾക്ക് പോകും. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഇവിടുത്തെ കേസിൽ ഒരിക്കലും ലെറ്റ്സ് സേ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാലും ഇത് ഒരിക്കലും വലിയൊരു തട്ടിപ്പിലോട്ട് പോവില്ല. കാരണം ഇപ്പം ഞാൻ ജസ്റ്റ് ഇമാജിൻ ചെയ്യാം, എന്റെ ചാർജിങ് സ്റ്റേഷനിൽ നദീമിന്റെ ഗൂഗിൾ പേയുടെ QR കോഡ് ഒട്ടിച്ചെന്ന് വിചാരിച്ചോ. ഒരാൾ ചാർജ് ചെയ്യാൻ വേണ്ടി വന്നു, അവര് 300 രൂപ പേ ചെയ്യാൻ നേരത്ത് അത് നദീമിന്റെ അക്കൗണ്ടിലോട്ടാണ് പോയത്. അവിടെ ചാർജിങ് സ്റ്റാർട്ട് ആവില്ല. അപ്പം തന്നെ കോൾ എങ്ങോട്ടേക്കും കിട്ടുന്നത് എന്റെ കസ്റ്റമർ കെയറിലോട്ട്. അതായത് സ്പോട്ടിൽ നമുക്കിത് പിടിക്കാൻ പറ്റും ഫസ്റ്റ് കേസ് വന്നു കഴിഞ്ഞാൽ തന്നെ. ഇനി ഫസ്റ്റ് കേസ് വരാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് there are many methods. നമുക്ക് വേണമെങ്കിൽ 3D QR കോഡ് വെക്കാൻ പറ്റും, അതല്ലെങ്കിൽ ഡിസ്പ്ലേയുടെ അത് QR കോഡ് കാണിക്കാൻ പറ്റും. പക്ഷെ ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സൊല്യൂഷനാണ്. നല്ല വലുപ്പത്തിലൊരു QR കോഡ് മൊത്തം ഒരു സ്റ്റാൻഡിയുടെ മുകളിൽ തന്നെ, അതായത് ഒരാൾക്ക് വന്നിട്ട് ഒരു A3-നെക്കാട്ടും വലുപ്പമുള്ള QR കോഡ് എടുത്തിട്ട് ഒട്ടിക്കാൻ വേണ്ടി കുറച്ച് മെനക്കേട് വരും. പിന്നെ മോർ ഓവർ ഇവിടെ കാണുന്ന പോലെ തന്നെ എന്റെ എല്ലാ സ്റ്റേഷൻസും എൻറ്റയർലി AI പവർഡ് ആയിട്ടുള്ള CCTV വെച്ചിട്ടാണ് ട്രാക്കിംഗ് ഉള്ളത്. ഏതൊരാൾ സ്റ്റേഷനിലോട്ട് വന്നു കഴിഞ്ഞാലും അവരെന്താ ചെയ്യുന്നത് അല്ല. ഇത് ജനറൽ ആയിട്ടൊരു കാര്യം. അതായത് ഇപ്പോ സപ്പോസ് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഒരു QR കോഡിലേക്ക് വേറെ QR കോഡിലേക്ക് അവർ കാശ് അയച്ചു, ചാർജിങ് സ്റ്റാർട്ട് ആയില്ല, പക്ഷെ അവരുടെ കാശ് പോയി. ഇത് ശരിക്കും എങ്ങനെയാണ് പ്രോസസ്സ് വരാം അവിടെ? ശരിക്കും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഐ മീൻ ഒരു ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേസിൽ ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻ വരില്ല, കാരണം എല്ലാം കവേർഡ് ആണ്. ഇനി ഒരു ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അക്കോർഡിംഗ് ടു ബാങ്കിങ് ലോസ് നമുക്ക് എസ്കലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഇപ്പം എന്റെ കേസിൽ അറിയാണ്ട് ഞാനൊരു അക്കൗണ്ടിലോട്ട് പൈസ അയച്ചെന്ന് വിചാരിച്ചോ,
വിതിൻ എക്സ് എമൗണ്ട് ഓഫ് ടൈം എനിക്ക് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എമൗണ്ട് തിരിച്ചിട്ടാൻ വേണ്ടി പറ്റും. ബട്ട് നമ്മുടെ കേസിൽ അത് ഒരിക്കലും വരില്ല. കാരണം ഒന്നാമത് QR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും ടാമ്പർ പ്രൂഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ കേസിൽ ഒരാൾക്ക് ഒന്ന് QR കോഡ് ഒട്ടിക്കാനുള്ള സാഹചര്യം ഒരിക്കലും ഒരുക്കുന്നില്ല. സർവൈലൻസിലെ കീഴിലാണ്. അപ്പൊ അതുകൊണ്ട് അതും നമുക്ക് ചെയ്യാൻ പറ്റില്ല. വേറെ എന്തെങ്കിലും എക്സ്ട്രാ നമ്മളിപ്പോ പറഞ്ഞതല്ലാതെ നമ്മളിപ്പോ കസ്റ്റമേഴ്സിന്റെ യൂസ് കേസ് പറഞ്ഞു, അവർക്ക് വളരെ കൺവീനിയന്റ് ആണ്. EV ചാർജിങ് ഓണേഴ്സിന് ഫുൾ ഡാറ്റ ഫ്ലീറ്റ് ഓപ്പറേറ്റേഴ്സിന്റെ വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള സംഭവമാണ്. ഫ്ലീറ്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതായത് കമേഴ്ഷ്യൽ വണ്ടികൾ യൂസ് ചെയ്യുന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിൽ ഇപ്പം മഹേന്ദ്ര, ടാറ്റ, മോണ്ട്ര ഇവരാണ് ഇലക്ട്രിക് ട്രക്സ് ഇറക്കുന്നത്. ഈ ഇലക്ട്രിക് ട്രക്ക് ഇറക്കുന്ന കേസിന്റെ അകത്ത് പലരും പറയുന്ന ഒരു സംഭവമാണ്, അതായത് കമ്പനീസ് ആണ് ഈ ഇലക്ട്രിക് ട്രക്ക് പർച്ചേസ് ചെയ്യുന്നത്. ഒരു കമ്പനിയിൽ ചിലപ്പം 30-40 ഡീസൽ വണ്ടികൾ ഉണ്ടാവും. ഇതിൽ 3-4 മാത്രമേ EVയിലോട്ട് കൺവേർട്ട് ചെയ്യുള്ളൂ. ഷിഫ്റ്റ് ആയിട്ട് ഡ്രൈവേഴ്സ് മാറിക്കൊണ്ടാണ് ഓടിക്കുന്നത്. അപ്പം 4 ഇലക്ട്രിക് ട്രക്ക് മാത്രമുണ്ട്. 40 ഡ്രൈവേഴ്സിന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, അതിന്റെ ഇൻവോയ്സിംഗ് മാനേജ് ചെയ്യുന്ന പറഞ്ഞു ഇറ്റ് ഇസ് നെക്സ്റ്റ് ടു ഇമ്പോസിബിൾ. അവിടുത്തെ കേസിൽ എല്ലാ ഡ്രൈവേഴ്സിനും അറിയുന്നൊരു സംഭവമാണ് UPI വെച്ച് തന്നെ കാശ് കൊടുക്കണം എന്നുള്ളത്. അവർക്ക് ഇത് വളരെ കൺവീനിയന്റ് ആണ്. അതേപോലെ തന്നെ നമ്മൾ കോൾ ഡ്രൈവേഴ്സിനെ വെച്ചിട്ടാണ് EV യൂസ് ചെയ്യുന്നത്. ഇതിപ്പം എൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ റിലേറ്റീവിന്റെ അടുത്ത് ഒരു EV ഉണ്ട്, വിൻസർ EV ഉണ്ട്. അവർ കോൾ ഡ്രൈവേഴ്സിനെ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ അവർ സ്ട്രഗിൾ ചെയ്യുന്ന സംഭവമാണ് കോൾ ഡ്രൈവേഴ്സിന്റെ കമ്പനിയിൽ വിളിക്കാൻ നേരത്തെ സെയിം സ്റ്റാഫിനെ കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ലോങ് പോകാൻ നേരത്തെ പുതിയ സ്റ്റാഫ് ആണെങ്കിൽ എങ്ങനെ ചാർജ് ചെയ്യണം, ആപ്പ് യൂസ് ചെയ്യണം എന്നുള്ള അറിയില്ല. നേരെ മറിച്ച് UPI ആണെങ്കിൽ ഇതിന് നമ്മൾ പഠിക്കാനൊന്നുമില്ല, കണ്ണ് കുത്തി കഴിഞ്ഞാലും കാശ് കൊടുക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ആസ് എ EV യൂസർ ഭയങ്കര കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ എല്ലായിടത്തുള്ള ചാർജിങ് സ്റ്റേഷൻസിൽ അതെ ഇനി വരാൻ പോകുന്നത് ഇപ്പം ചാർജേഴ്സിന്റെ കേസിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ മുകളിൽ ആൾക്കാർ ചോദിക്കുന്ന പല ഡൗട്ടാണ്, ചാർജർ വർക്കിംഗ് ആണോ ഇല്ലെന്നുള്ള എങ്ങനെ മനസ്സിലാവുന്നത്. അവിടെ തന്നെ ശരിക്കൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, എന്തുകൊണ്ടാണ് വർക്കിംഗ് അല്ലാത്ത ചാർജർ ആപ്ലിക്കേഷനിൽ ലിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ശരിക്കും ആൾക്കാർ ചാർജർ വർക്കിംഗ് ആണോ ഇല്ലെന്ന് ചോദിക്കാൻ കാരണം പല ആപ്ലിക്കേഷനിലും കംപ്ലൈന്റ് ചാർജർ ആയതുകൊണ്ടാണ്. ശരിക്കും ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ അത് പ്രോപ്പർലി ഫങ്ഷൻ ആയിരിക്കണം. രണ്ടാമത്തെ കേസിൽ ആസ് ദിസ് ഇൻഡസ്ട്രി പ്രോഗ്രസസ് ഇറങ്ങുന്ന ഓരോ വണ്ടികളുടെയും റേഞ്ച് കൂടി വരികയാണ്. 2023-24 വരെ 200 കിലോമീറ്റർ റേഞ്ചിലെ നെക്സോൺ ആയിരുന്നു ബെസ്റ്റ് സെല്ലിംഗ് കാർ. ഇപ്പോൾ ഒരു വർഷമായിട്ട് 300 മുതൽ 400 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന ഒരു വിൻസറാണ് ബെസ്റ്റ് സെല്ലിംഗ് കാർ. അതേപോലെ തന്നെ ചാർജിങ് സ്റ്റേഷന്റെ എണ്ണം കുറയാൻ പോകുന്നില്ല, കൂടാൻ മാത്രമേ പോകുന്നുള്ളൂ. വാഹനത്തിന്റെ റേഞ്ച് കൂടുന്നു, ചാർജിങ് സ്റ്റേഷന്റെ എണ്ണവും കൂടുന്നു. അതായത് ഒരു കാറിന്റെ മുകളിൽ ദീർഘദൂര യാത്ര, ലോങ് ഡിസ്റ്റൻസ് ജേർണി കംപ്ലീറ്റ് ചെയ്യാൻ നേരത്ത് the ability to rely on an EV charger reduces. അതിന്റെ ആവശ്യം വരില്ല. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ബാംഗ്ലൂരിൽ B6 പോകാൻ നേരത്തെ എനിക്ക് ഓപ്ഷനാണ് ചാർജ് ചെയ്യണോ വേണ്ടതെന്നുള്ളത്. ഞാൻ ആപ്പ് നോക്കി പോകേണ്ട ആവശ്യമില്ല, വഴിയിൽ കാണുന്ന ചാർജറിൽ കയറിയാൽ മതി. അതെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്റെ ഫോൺ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ സ്ക്രീനിൽ 9 ആപ്പ് ഉണ്ട്, ഈ സ്ക്രീനിൽ ഒരു 5 ആപ്പ് ഉണ്ട്. ഇതില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ആപ്പൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. എന്നാലും ഒരു ആസ് എൻ EV യൂസർ ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇൻസ്റ്റാൾ ചെയ്യുന്ന മാത്രമല്ല, ഒരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം എന്റെ കാർ B6 ആണ്. ഞാൻ ബാംഗ്ലൂരിൽ പോകാൻ നേരത്തെ ഇത് വലിയ ബാറ്ററി ആയതുകൊണ്ട് ചാർജ് ചെയ്യുന്ന നേരത്ത് ക്ലോസ് ടു 2000 റുപ്പീസ് വേണം ഒരു ഫുൾ ചാർജിന്. കാറിന് ഫുൾ ചാർജിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഞാൻ 2000 രൂപയ്ക്ക് ഒരു ആപ്പിൽ ലോഡ് ചെയ്തു. പകുതി സമയം കഴിഞ്ഞപ്പം ആ സ്റ്റേഷനിൽ കറണ്ട് പോയി. എനിക്ക് തിരിച്ചു പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. 1000 രൂപ അതിന്റെ വാളറ്റിനകത്ത് കിടക്കായിരുന്നു. നാട്ടിലെത്തി നോക്കാൻ നേരത്ത് ഒന്നാമത് എനിക്ക് ഫാസ്റ്റ് ചാർജിങ്ങിന്റെ ആവശ്യമില്ല, ഇവർക്ക് ചാർജസ് നാട്ടിലില്ല. 1000 രൂപ ഇവിടെ കിടക്കുകയാണ്. അതിൽ എക്സ്പ്ലെയിൻ ചെയ്യും വാട്ട് ഹാപ്പൻ. ഞാൻ അവരുടെ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്തു. I told them എനിക്ക് എമൗണ്ട് റീഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. വാട്ട് ദേ റിപ്ലൈഡ് വാസ്, നിങ്ങളുടെ മെയിലായിട്ട് ഒരു പ്രോപ്പർ പ്രൊസീജിയറിൽ അയക്കണം എന്നുള്ളത്. ഞാൻ എന്റെ ടൈം കഴിഞ്ഞിട്ട് ആ മെയിൽ അയച്ചു കഴിഞ്ഞു. ഇപ്പം 20 ദിവസമായി കഴിഞ്ഞു, ഇതുവരെ എമൗണ്ട് തിരിച്ചു കിട്ടിയിട്ടില്ല. ഞാൻ ഇത് ഗോവിന്ദ് പറഞ്ഞ ഭയങ്കര വാലിഡ് ആയിട്ടുള്ള, അതാ ഞാൻ ആദ്യ വീഡിയോയിൽ പറഞ്ഞു വാലറ്റിലിട്ട് കാശ് കളയണ്ടെന്നുള്ളത്. കാരണം വൺസ് നമ്മൾ വാലറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് റിട്രീവ് ചെയ്യാ, എനിക്കറിയില്ല അത് പോസിബിൾ ആണോ. കാരണം there are certain brands, റീസെന്റ് ഞങ്ങളുടെ വിൻസർ ഓണേഴ്സ് ഗ്രൂപ്പിന്റെ ഇതിലൊരു ഡിസ്കഷൻ വന്നിരുന്നു. ഒരു സർട്ടൺ ബ്രാൻഡിന്റെ ആപ്പിൽ മിനിമം 50 റുപ്പീസ് ലോഡ് ചെയ്യണം. ആ 50 റുപ്പീസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. 1 lakh യൂസേഴ്സ് 50 റുപ്പീസ് തൊട്ടിട്ട് 50 lakh റുപ്പീസ് ആണ് നമ്മുടെ വാലറ്റിൽ കിടക്കുന്നത്. ഗോവിന്ദ് പറഞ്ഞ പോലെ സപ്പോസ് ഞാനൊരു ലോങ് പോയി, നോർത്ത് ഇന്ത്യയിൽ പോയി, അവിടുത്തെ ഒരു സർട്ടൺ ബ്രാൻഡിന്റെ കേരളത്തിലില്ല, അവിടെ ഉള്ളൂ, നമ്മൾ അവിടെ ചാർജ് ചെയ്യാൻ ഒരു കുറച്ച് പൈസ അതിനകത്ത് ഇട്ടു. തിരിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഈ പറയുന്ന പോലെ ബാലൻസ് ബാക്കിയുണ്ട്. പക്ഷെ ഈ ചാർജർ ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും അവിടെ പോയി ചാർജ് ചെയ്യും. നാട്ടിലുള്ള സിറ്റുവേഷൻ അവസ്ഥ ഇതാണ്. 500 കിലോമീറ്റർ റേഞ്ചുള്ള ഒരാള് ഒരു കാറ്, ഇവര് കേരളത്തിലെ ചാർജിങ് സ്റ്റേഷനിൽ കയറേണ്ട ആവശ്യമില്ല, കേരളത്തിലാണ് ഓടിക്കുന്നതെങ്കിൽ. അത് വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ്. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ ഇറ്റ്സ് വെരി ഈസി. നമുക്ക് ഏതെങ്കിലും ഒരു ചാർജിങ് സ്റ്റേഷനിൽ പോവാ, ഫോൺ എല്ലാവർക്കും ഏറ്റവും അറിയാന്നുള്ള ഗൂഗിൾ പേ എടുക്കുക, QR കോഡ് സ്കാൻ ചെയ്യുക, പേ ചെയ്യുക, ചാർജ് ചെയ്യുക. ഈ വാളറ്റ് ബേസ്ഡ് മോഡൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ശരിക്കും ആലോചിച്ച് നോക്കൂ. അതായത് ഒരാൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു,
അവർ ചാർജ് ചെയ്തില്ലെങ്കിലും കൂടി ആ എമൗണ്ട് ആ ചാർജിങ് സ്റ്റേഷൻ കമ്പനിക്കാണ് പോകുന്നത്. ചാർജിങ് വർക്ക് ആയില്ലെങ്കിൽ കൂടെ നമ്മൾ വാലറ്റിൽ പൈസ ഇടണം. അതിൽ നിന്ന് അത് റിട്രീവ് ചെയ്തെടുക്കാം. ഈ സ്റ്റേഷനിലെ കേസ് നോക്കുകയാണെങ്കിൽ തന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമരശ്ശേരിയിലാണ് ഇരിക്കുന്നത്. കുറച്ചും കൂടി ഇപ്പം ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും മലനിരയും കാര്യങ്ങളൊക്കെ, അത് വയനാടാണ്. ഇവിടെ വയനാട്ടിലോട്ട് പോകുന്ന ആൾക്കാർ പലരും ചുരം കയറുന്നതിന്റെ മുന്നേ ചാർജ് ചെയ്യും. കാരണം ചുരത്തിലെ ബ്ലോക്ക് ഒന്ന് ചാർജ് കുറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. താമരശ്ശേരി എത്താൻ നേരത്തെ ഒരു ആപ്ലിക്കേഷന്റെ ചാർജറാണ്, അത് കഴിഞ്ഞ പാടന്നെ അടുത്ത ആപ്ലിക്കേഷന്റെ വേറെ ചാർജർ. ഈ റൂട്ടിൽ ഈ ഒരു ചാർജർ ഒഴിച്ച് ബാക്കി 4 ചാർജറും 4 വ്യത്യസ്തമായിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്. അതായത് ഒരാളൊരു ചാർജറിൽ കയറി കഴിഞ്ഞിട്ട് വെയിറ്റിംഗ് കാരണമോ കറണ്ട് പോയ കാരണം ചാർജ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു എമൗണ്ട്. ആദ്യത്തെ അടുത്ത ആള് വാലറ്റിൽ 500 രൂപ ഇട്ടു, ചാർജിങ് ഇപ്പൊ വിൻസറാന്ന് വിചാരിക്കുക, ചാർജിങ് റിജക്ട് ആയി, ചാർജിങ് സ്റ്റേഷനിലേക്ക് പോവാണ്, അപ്പൊ ഈ 500 അവിടെ പോയി. അപ്പൊ ഇനി ആ 500 മുതലാക്കാൻ അടുത്ത തവണ ആ കമ്പനിയുടെ ചാർജിങ് സ്റ്റേഷൻ കണ്ടുപിടിച്ച് ചാർജ് ചെയ്യണം. ഇവിടെ അങ്ങനെ പോവാണെങ്കിൽ 4 ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അത് ഇപ്പം ഞാൻ തന്നെ കാണാറുണ്ട്. ഈ ആപ്ലിക്കേഷൻ ബേസ്ഡ് മോഡൽ ഡെവലപ്പ് ചെയ്യാൻ നേരത്ത് ശരിക്കും ആലോചിച്ചാൽ മതി, EV യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പൊ ഇത് ശീലിച്ചു പോയതാണ്, ബാക്കിയുള്ള ആൾക്കാർ EV-ലോട്ട് മാറുകയോ ഇല്ല എന്നുള്ളത്. They will never do. ഇനി ഭയങ്കര കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് അത്. യൂസ് ചെയ്യുന്ന ആള്, ചാർജിങ് സ്റ്റേഷൻ ഓണർ ആണെങ്കിലും അത് മാനേജ് ചെയ്യുന്നവരാണെങ്കിലും എൻഡ് യൂസർ ആണെങ്കിലും എല്ലാവർക്കും വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള മെത്തഡ്. കാരണം ഏതൊരു കൊച്ചുകുട്ടിയുടെ അല്ലെങ്കിൽ പ്രായമായ ആളുടെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഇന്ന് ഗൂഗിൾ പേ, മിനിമം ഒരു ഗൂഗിൾ പേ എങ്കിലും ഉണ്ട്. അപ്പൊ അത് വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ബാക്കി ഇന്ത്യയിലെ നാഷണലൈസ്ഡ് ആയിട്ടുള്ള ഒരു പേയ്മെന്റ് ഫോം ആണ് UPI എന്നുള്ളത്. വേറെ രാജ്യങ്ങളിൽ നിന്ന് വിദേശത്തു നിന്നുള്ള ആളുകൾ വന്നിട്ട് ഇവിടെ പെട്ടിക്കടയില് UPI യൂസ് ചെയ്യാൻ കണ്ടിട്ട് ഞെട്ടിപ്പോയിട്ടുള്ള ആളുകളുണ്ട്. അത്രയും കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ് UPI വരുന്നത്. അപ്പൊ ഇത് റിലേറ്റഡ് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു എന്തെങ്കിലും കൺസേൺസോ ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ഇടാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ അതിലുള്ള ക്ലാരിഫിക്കേഷനൊക്കെ തരുന്നതായിരിക്കും. ഇനി വേറെ എന്തെങ്കിലും നമ്മുടെ ഈ ചാർജിങ് സ്റ്റേഷൻ പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ UPI വേറെ എന്തെങ്കിലും പോയിന്റ്സ് നമുക്ക് UPI എന്നുള്ള പോയിന്റ് ടു ഫോക്കസ് ഓൺ അപ്സ്കേലബിലിറ്റി. ഇപ്പൊ എന്റെ പോയിന്റ്, ഇപ്പൊ പ്രഭാവിയുടെ കേസിന് ഞങ്ങൾക്ക് റവന്യൂ മാത്രം നോക്കുകയാണെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പൊ ഓൾറെഡി 35 ചാർജിങ് സ്റ്റേഷന്റെ മുകളിലായി കഴിഞ്ഞു. കാറിന് DC ഫാസ്റ്റ് ചാർജേഴ്സ്, നമ്മുടെ 2 വീലർ ഫാസ്റ്റ് ചാർജർ നോക്കുകയാണെങ്കിൽ 250ന്റെ മുകളിലായി കഴിഞ്ഞു. അങ്ങനെ വെച്ച് നോക്കാൻ നേരത്തെ എല്ലാ മോഡലിൽ ഇടുന്ന എമൗണ്ടും എന്റെ കയ്യിലൂടെ കിട്ടുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഹ്യൂജ് എമൗണ്ട്. പക്ഷേ ഇത് കാരണം EV ഇൻഡസ്ട്രിയിൽ ഒരു ഫ്യൂച്ചർ ഇല്ല. ഒരു കാലത്ത് ഈ ആപ്ലിക്കേഷൻ മൊത്തം നിലയ്ക്കും എന്നുള്ളത് വ്യക്തമായ ധാരണ കൊണ്ടാണ് വി ഇൻവെസ്റ്റഡ് ഇൻ UPI റാദർ ദാൻ ആൻ ആപ്ലിക്കേഷൻ. സോ ചുരുക്കി നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചാർജിങ് സ്റ്റേഷനിൽ UPI ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രോഫിറ്റ് അല്ല, കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ വരുന്ന പേയ്മെന്റ്സ് എല്ലാം ഡയറക്ട്ലി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. ഇപ്പൊ മനസ്സിലായല്ലോ. യു അണ്ടർസ്റ്റാൻഡ് ദിസ് ഇസ് ദ ഫ്യൂച്ചർ അല്ലേ? സ്റ്റേഷൻ ഓണേഴ്സ് ശരിക്കും ആലോചിക്കേണ്ടത് പെട്ടെന്ന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഫ്യൂച്ചറിൽ നടക്കുന്ന ബിസിനസിന് വേണ്ടിയിട്ടാണോ ചാർജിംഗ് സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളത്. ആരും പെട്ടെന്നുള്ള പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ പെട്രോൾ പമ്പാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, EV ചാർജിംഗ് സ്റ്റേഷൻ അല്ല. സ്റ്റേഷൻ ഓണേഴ്സ് ശരിക്കും ചിന്തിക്കേണ്ടത് ഫ്യൂച്ചറിൽ ഏതാണ് പൊട്ടൻഷ്യൽ ഉള്ളത് എന്നുള്ളത്, എന്നിട്ടാണ് ശരിക്കും ചെയ്യേണ്ടത്. കാരണം ഇതൊരു ലോങ് ടേം ആണ്. കാരണം ഈ പറയുന്ന പോലെ 7 ലക്ഷവും 10 ലക്ഷവും 30ഉം 40 ലക്ഷവും ഒക്കെ കൊടുത്തിട്ട് ചാർജിങ് സ്റ്റേഷൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറിലേക്കും കൂടെ കണ്ടിട്ട്, അല്ലാതെ ഇന്ന് തുടങ്ങി 2 കൊല്ലം കഴിയുമ്പോൾ ഇത് ഫുള്ള് തിരിച്ചു കിട്ടും എന്നുള്ളൊരു ഐഡിയയിലല്ല. സോ അത് സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു ബിസിനസ് മോഡലായിട്ട് പോകണം. അപ്പോൾ അതിന് നമ്മൾ ഈ പറയുന്ന പോലെ UPI പോലെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ളൊരു ഇന്ത്യയിൽ മൊത്തത്തിലുള്ള എല്ലാവരും യൂണിവേഴ്സലി യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു ഇതുണ്ടെങ്കിലാണ് നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോൾ ഈ ചാർജിങ് സ്റ്റേഷൻ്റെ ഓണർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മേൽനോട്ടം വഹിക്കുന്ന വ്യക്തി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിട്ട് കുറച്ച് വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഗൈസ്, അപ്പോൾ ഈ ഒരു ചാർജിങ് സ്റ്റേഷൻ്റെ ഓണർ സത്യം പറഞ്ഞ സ്ഥലത്തില്ല, പുള്ളി വിദേശത്താണ്. പക്ഷേ ഈ ഒരു പ്രോപ്പർട്ടി എല്ലാം ഇരിക്കുന്നതെല്ലാം പുള്ളിയുടെ ഫാദറിലുമായിട്ടുള്ള ഇബ്രാഹിമിക്കാട് പേരിലാണ് ഈ പ്രോപ്പർട്ടീസ് എല്ലാം. അപ്പോൾ പുള്ളിയുടെ അടുത്ത് നമുക്ക് കുറച്ച് ചാർജിങ് സ്റ്റേഷൻ്റെ എത്ര രൂപ ചിലവായി അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ പോകുന്നുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ചോദിച്ച് മനസ്സിലാക്കാം. ചോദിക്കാം, നമ്മളിപ്പോൾ ഈ സ്ഥലത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്താ പറയണം, സ്ഥലപ്പേര് എന്താണ്? പുല്ലാഞ്ഞിമേട് എന്ന് പറയും. പുല്ലാഞ്ഞിമേട്. അമ്പായത്തോട് കഴിഞ്ഞ് ഇവിടുന്ന് താമരശ്ശേരി നിന്ന് വരുമ്പോൾ അമ്പായത്തോട് കഴിഞ്ഞ് പുല്ലാഞ്ഞിമേട് എന്ന് പറയും. കോഴിക്കോട് നിന്ന് വയനാടേക്ക് പോകുന്ന വഴി പോകുന്ന റൂട്ട് അല്ലേ? അപ്പൊ ഈ പ്രോപ്പർട്ടി എല്ലാം ഇക്കാടെ പേരിൽ തന്നെയാണ്. അപ്പൊ ഇവിടെ ഈ ചാർജിങ് സ്റ്റേഷന് എന്ത് ചെലവ് വന്നിട്ടുണ്ട് എന്നുള്ളത് അറിയോ? ഐ മീൻ ബാക്കി സാധനങ്ങൾ അവിടെ നിൽക്കട്ടെ, ചാർജിങ് സ്റ്റേഷൻ മാത്രം 9 രൂപേന്റെ അടുത്താവും. 8 ലക്ഷം രൂപ 9 ലക്ഷം രൂപ ആ ഒരു റേറ്റിലാണ് ചാർജിങ് സ്റ്റേഷൻ. ഫുള്ള് വരുമാനന്റെ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങൾ. വേറെ ഇവിടെ എന്തൊക്കെ ഫെസിലിറ്റീസാ ഉള്ളതെന്ന് എനിക്ക് കാണാം. തട്ടുകട ഇതൊക്കെ ഉണ്ടല്ലോ, പിന്നെ ബ്രോസ്റ്റഡ് ചിക്കന്,
പിന്നെ റോഡ് സൈഡിൽ മന്തി കാര്യങ്ങളൊക്കെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇവിടെ ഓപ്പൺ ആവുന്നുണ്ട്. പിന്നെ റൂംസ് വേണമെങ്കിൽ താഴെ ആക്കാനുള്ള പദ്ധതി ഉണ്ട്. പിന്നെ പള്ളി സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. തൊട്ടടുത്ത് തന്നെ പള്ളിയുണ്ട്. ഈ ചാർജർ അപ്ഗ്രേഡ് ചെയ്യണതിനെ കുറിച്ച്, അതേപോലെ കുറച്ചുകൂടെ വലിയ ചാർജർ വെക്കുന്നതിനെ കുറിച്ചൊക്കെ പിന്നീട് ആവും, ഭാവിയിലുണ്ടല്ലോ. വണ്ടി കയറുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ചെയ്യണമെങ്കിൽ പിന്നെ ഇതൊക്കെ വെക്കണം, ട്രാൻസ്ഫോമർ വെക്കണം. അതുകൊണ്ട് പിന്നെ നോക്കിയിട്ട് ചെയ്യാൻ. ഇത് വെച്ചിട്ട് ഇപ്പൊ എത്ര ദിവസമായിട്ടുണ്ട്? 16 ദിവസമായിട്ട്. കുഴപ്പമില്ല. നമ്മൾ വിചാരിച്ചതിൽ നമ്മളൊരു 2-3 വണ്ടിയൊക്കെ പ്രതീക്ഷിച്ച് ഇപ്പൊ 5-6 വണ്ടിയൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇത് വിജയകരമായിട്ട് മുമ്പോട്ട് പോകുന്നുള്ള പ്രതീക്ഷ. ഓക്കെ. അപ്പൊ ഇവിടെ എനിക്ക് തോന്നുന്നു ഇലക്ട്രിക് 2 വീലേഴ്സിന്റെ ചാർജർ ഞാൻ കാണുന്നുണ്ട്. 2 വീലേഴ്സും വരാറുണ്ട്. ഇടയ്ക്ക് 2 വീലർ അധികം വീട്ടിൽ നിന്നൊക്കെ ചെയ്യാണ്. ചിലരൊക്കെ വന്ന് ഇത് ചെയ്യും. അപ്പൊ ഫ്യൂച്ചർ അപ്പൊ ജസ്റ്റ് ഇതിന്റെ ബിറ്റൊക്കെ ഞങ്ങൾ വീഡിയോയിൽ ഇട്ടേക്കാം. കാരണം ഇവിടെ നമുക്ക് കരിക്ക് ഉണ്ട്, ഇവിടെ ചായക്കട ഉണ്ട്, നമുക്ക് ഫ്രഷ് സ്നാക്സ് കാര്യങ്ങള്, ജ്യൂസ്, ചായ എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഇരിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്, പള്ളി ഉണ്ട്, ഇവിടെ ആയിട്ട് ബ്രോസ്റ്റഡ് ഉണ്ട്. പുറത്ത് എനിക്ക് തോന്നുന്നു മന്തിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടി ഉണ്ട്. പിന്നെ താഴെ റെന്റല് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താ ഇതൊരു വലിയ വിജയമായി മാറും എന്നുള്ള പ്രതീക്ഷയാണ്. ഇനീഷ്യലി എന്താ പറയാ, ഒരു 16 ദിവസം ആയപ്പോ തന്നെ ഇതൊരു വിജയം മാറും എന്നുള്ള വിശ്വാസം ഉണ്ടല്ലേ? അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ ചാനലിൽ വന്നിട്ട് കുറച്ച് ഡീറ്റെയിലുകൾ കാര്യങ്ങൾ അറിയാന്നുള്ളത് വെച്ചുകൊണ്ട് ഇത്ര ഷെയർ ചെയ്തതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഗൈസ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ UPI പവേർഡ് ചാർജിങ് സ്റ്റേഷനിലെ വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം. അതായത് നമ്മൾ ചാർജിങ് സ്റ്റേഷന്റെ മേൽനോട്ടം നടത്തുന്ന ഇബ്രാഹിം ഇക്കാടെ അഭിപ്രായങ്ങൾ കാര്യങ്ങൾ ചോദിച്ചു. ഏകദേശം 7.5-8 ലക്ഷം രൂപകളാണ് ഇവിടുത്തെ ചാർജിങ്ങും വയറിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വന്നതാണ്. പ്രത്യേകം ട്രാൻസ്ഫോമറൊന്നും ആവശ്യം വന്നിട്ടില്ല. അവർ നമ്മൾ പറഞ്ഞ പോലെ തന്നെ UPI ആണ് യൂസ് ചെയ്യുന്നത്. സോ ഏത് കൊച്ചു കുട്ടിക്കാണെങ്കിലും വേണമെങ്കിൽ വണ്ടി കൊണ്ടുവന്ന് ചാർജ് ചെയ്യാമെന്നുള്ളേ ഉള്ളൂ. ആസ് എ കസ്റ്റമർ അല്ലെങ്കിൽ ഒരു EV ഓണർ എന്നുള്ള രീതിയിൽ വളരെ കൺവീനിയൻ്റ് ആണ് UPI ബേസ്ഡ് ചാർജിങ്. ഈ റൂട്ടിൽ പോകുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺസ് എങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. സാധാരണ നമ്മൾ ആപ്പുകളിൽ വാലറ്റിൽ കാശ് ലോഡ് ചെയ്തിട്ടിട്ട് ചെയ്യുന്ന പോലെയുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. വളരെ സിമ്പിളായിട്ട് UPI യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാർജിങ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. കാരണം വണ്ടി പാർക്ക് ചെയ്യാൻ ഒരുപാട് സ്പേസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 7-8 കാറൊക്കെ ഇടാനുള്ള സ്പേസ് ഉണ്ട്. 2-3 കാർ ചാർജറിൻ്റെ അടുത്ത് തന്നെ നമുക്ക് പ്ലേസ് ചെയ്യാം. ഇതെവിടെയായിട്ട് കരിക്ക് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫ്രഷ് ജ്യൂസ്, സ്നാക്സ് എല്ലാം ഇവിടെ നമുക്കുണ്ട്. ഇരിക്കാൻ സ്ഥലമുണ്ട്, തൊട്ടപ്പുറത്ത് പള്ളിയുണ്ട്, ഇവിടെ ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ ഷോപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ എക്സ്പാൻഷന് അവർ പ്ലാൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ ആക്സസിബിൾ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ ഒരു ചാർജിങ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയലി ഇങ്ങനെയൊക്കെ ആയിരിക്കണം. അതിൻ്റെ ലൊക്കേഷനും പക്കയായിരിക്കണം, ഒരുപാട് പൈസയും ചിലവ് വരരുത്. അതേസമയം UPI പോലെയുള്ള ടെക്നോളജി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചാർജ് ചെയ്യാനും പറ്റണം. അപ്പോൾ എനിവേസ് ഇങ്ങനെ ഒരു പുതിയ സംതിങ് ന്യൂ നമ്മൾ പലരും ആഗ്രഹിച്ചിരുന്ന പോലെ എല്ലാവർക്കും ഒറ്റൊരു ആപ്പ് യൂസ് ചെയ്ത് വണ്ടി ചാർജ് ചെയ്യുക എന്നാണ് ആഗ്രഹിച്ചിരുന്നതെങ്കിലും ഇത് വളരെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മുടെ ഗൂഗിൾ പേയോ ഫോൺ പേയോ യൂസ് ചെയ്തുകൊണ്ട് EV ചാർജ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നതിന് ഗോവിന്ദിനും പ്രഭാവിക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് ഞാൻ പറയുകയാണ്. അതിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. സോ അതിൻ്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടും. അതുപോലെ തന്നെ അതിൻ്റെ ബെനിഫിറ്റ് ആസ് എ കസ്റ്റമർ ആണെങ്കിലും ചാർജിങ് സ്റ്റേഷൻ ഓണർ ആണെങ്കിലും അവർക്കും കിട്ടും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചാർജിങ് സ്റ്റേഷൻ ഓണർ ആണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ പ്രോഫിറ്റ് കാര്യങ്ങൾ കിട്ടും. പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ട, 1 മാസമോ 2 മാസമോ ഒന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ചെയ്യുന്ന പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് അപ്പം തന്നെ കിട്ടും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. സോ വീഡിയോ ഫുള്ള് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ പറയാനോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് സെക്ഷനിൽ ഇടാം. ഓരോന്നിനും ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.